ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാം വരദരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷദാം തമോന്ദം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിര്യ ഇമാ പുരോ വിഭുഃ നിർമ്മായ ശേദേയതമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ.
ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, വസന്ത നവരാത്രി ആശംസകൾ. ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് ഏവർക്കും സുസ്വാഗതം. സുസ്വാഗതം. കഴിഞ്ഞ 2 ദിവസങ്ങളായും ഇനിയും വരുന്ന ഇന്നും നാളെയുമായിട്ട് വൈകുന്നേരങ്ങളിൽ പാലക്കാട് കൽപ്പാത്തി ഒരു ഹനുമാൻ ക്ഷേത്രത്തിൽ ശ്രീരാമ ധ്യാനമഠം എന്നൊക്കെയാണ് അതിന് പേര്. അവിടെ വെച്ചൊരു ഹനുമാൻ ചാലിസ പ്രഭാഷണ പരമ്പര നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ലൈവ് ചെയ്യാൻ അവിടെ എന്താ പറയുക, ഡിസ്റ്റർബിംഗ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ഞാൻ തന്നെ എല്ലാം ചെയ്യും വേണം. ഒരു ക്ഷേത്രമായതുകൊണ്ട് ആളുകൾ ഇങ്ങനെ ഇടയിൽ കൂടെ തൊഴാനും പിടിക്കാനും ഒക്കെ വന്നുകൊണ്ടേയിരിക്കും. രാവിലെകളിൽ ആളുകളുടെ സന്ദർശകരുടെ പല ആവശ്യങ്ങൾക്കായിട്ടുള്ള ആളുകളുടെ തിരക്കാണ്. ഇപ്പോൾ വന്നവരെയൊക്കെ ഓടിച്ചു വിട്ടിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. നമ്മൾ ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ 89-ാം അധ്യായമാണ്. അതിൽ 2-ാം ഭാഗം സന്താനഗോപാലം എന്നുള്ള ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സന്താനഗോപാലത്തിൽ നമ്മൾ 50-ാം ശ്ലോകം വരെ മറ്റും പറഞ്ഞു അല്ലേ? ഇനി 51 തൊട്ടാണ് പറയേണ്ടത്. ഇപ്പോൾ നമുക്ക് 21-ാം ശ്ലോകം മുതൽ തന്നെ വായിക്കാം. സന്താനഗോപാലം കഥ ആരംഭിക്കുന്നിടത്തുനിന്ന് വായിക്കാം. 22. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ഏകോനനവതിതമോऽധ്യായഃ. ശ്രീശുക ഉവാച. ഏകദാ ദ്വാരവത്യാം തു വിപ്രപത്ന്യാഃ കുമാരകഃ ജാതമാത്രോ ഭുവം സ്പൃഷ്ട്വാ മമാര കില ഭാരത. വിപ്രോ ഗൃഹീത്വാ മൃതകം രാജദ്വാര്യുപദായ സഃ. ഇദം പ്രോവാച വിലപൻ ആതുരോ ദീനമാനസഃ. ബ്രഹ്മദ്വിഷഃ ഷഡധിയഃ ലുബ്ധസ്യ വിഷയാത്മനഃ ക്ഷത്രബന്ധോഃ കർമ്മദോഷാദ് പഞ്ചത്വം മേഘദോർഭഗഃ. ഹിംസാവിഹാരം നൃപതിം ദുശ്ശീലമചിതേന്ദ്രിയം പ്രജാഭജന്ത്യഃ സീദന്തി ദരിദ്രാ നിത്യദുഃഖിതാഃ. ഏവം ദ്വിതീയം വിപ്രശിഃ തൃതീയം ത്വേവമേവ ച വിസൃജ്യ സ നൃപദ്വാരി താം ഗാഥാം സമഗായത. താമർജുന ഉപസൃത്യ കർഹിചിത് കേശവാന്തികേ പരേതേ നവമേ ബാലേ ബ്രാഹ്മണം സമഭാഷത. കിം സ്വിദ്ബ്രഹ്മൻ ത്വന്നിവാസൈഹ നാസ്തി ധനുർധരഃ രാജന്യബന്ധുരേ ദേവൈ ബ്രാഹ്മണാ സത്രമാസത്തെ.
ധനധാരാത്മജാ പൃക്ത യത്ര ശോചന്തി ബ്രാഹ്മണാഃ തേ വൈ രാജന്യവേഷേണ നടാ ജീവന്ത്യസുംബരാഃ അഹം പ്രജാം വാം ഭഗവൻ രക്ഷിഷ്യേ ദീനയോരിഹ അനിസ്തീർണ പ്രതിജ്ഞോഗ്നിം പ്രവേക്ഷ്യേ ഹതകൽമഷഃ. ബ്രാഹ്മണ ഉവാച സംകർഷണോ വാസുദേവഃ പ്രദ്യുമ്നോ ധന്വിനാംബരഃ അനിരുദ്ധോ പ്രതിരഥോ നത്രാതും ശക്നുവന്തി യത് തൽകഥം नु ഭവാൻ കർമ്മ ദുഷ്കരം ജഗദീശ്വരൈഃ ചികീർഷസി ത്വം ബാലിഷ്യാത് തന്ന ശ്രദ്ധദ്മഹേ വയം. അർജുന ഉവാച നാഹം സംകർഷണോ ബ്രഹ്മൻ ന കൃഷ്ണഃ കാർഷ്ണിരേവ ച അഹം വാ അർജുനോ നാമ ഗാണ്ഡീവം യസ്യ വൈ ധനുഃ മാവമം സ്ഥാമ മമ ബ്രഹ്മൻ വീര്യം ത്രംബകതോഷണം മൃത്യും വിജിത്യ പ്രധനേ ആനേഷ്യേതി പ്രജാം പ്രഭോ. ഏവം വിശ്രംബിതോ വിപ്രഃ ഭാൽഗുനേന പരന്തപ ജഗാമസ്വഗൃഹം പ്രീതഃ പാർത്ഥവീര്യം നിശാമയൻ. പ്രസൂതികാല ആസന്നേ ഭാര്യായാ ദ്വിജസത്തമഃ പാഹി പാഹി പ്രജാം മൃത്യോഃ ഇത്യാഹാർജുനമാതുരഃ. സൗപസ്പൃശ്യ ശുച്യംബോ നമസ്കൃത്യ മഹേശ്വരം ദിവ്യാന്യസ്ത്രാണി സംസ്മൃത്യ സജ്യം ഗാണ്ഡീവമാദത്തെ. നരുണത്സൂതികാകാരം ശരൈർനാനാസ്ത്രയോജിതൈഃ തിര്യകൂർധ്വമതഃ പാർത്ഥഃ ചകാര ശരപഞ്ചരം. തദ കുമാരഃ സഞ്ജാതോ വിപ്രപത്ന്യാ രുദന്മുഹുഃ സദ്യോ അദർശനമാപേതേ സശരീരോ വിഹായസ. തദാഹ വിപ്രോ വിജയം വിനിന്ദൻ കൃഷ്ണസന്നിധൗ മൗഢ്യം പശ്യത മേ യോഹം ശ്രദ്ധതേ ക്ലീബകഥനം. ന പ്രദ്യുമ്നോ നാനിരുദ്ധോ ന രാമോ ന ച കേശവഃ യസ്യ ശേഖുഃ പരിത്രാഗം കോന്യസ്തദ് അവിദേശ്വരഃ. ദിഗർജുനം വൃഷാവാദം ദിഗാത്മശ്ലാഘിനോ ധനുഃ ദൈവോപസൃഷ്ടം യോ മൗഢ്യാത് ആനിനീഷതി ദുർമതിഃ. ഏവം ശപതി വിപ്രശൗ വിദ്യാമാസ്ഥായ ഫാൽഗുനഃ യയൗ സംയമനീം ആശു യത്രാസ്തേ ഭഗവാൻ യമഃ. വിപ്രാപത്യമചക്ഷാണഃ തത ഐന്ദ്രീം അഗാത് പുരീം ആഗ്നേയീം നൈഋതീം സൗമ്യാം വായവ്യാം വാരുണീം അദ. രസാതലം നാഗപൃഷ്ടം ജിഷ്ണ്യാനി അന്യാനി ഉദായുധഃ. തതോ അലബ്ധതിജസുതോ ഹ്യനിസ്തീർണ പ്രതിശ്രുതഃ അഗ്നിം വിവിക്ഷുഃ കൃഷ്ണേന പ്രത്യുക്തഃ പ്രതിഷേധതാം. ദർശയേദ്വിജസൂനൂംസ്തേ മാവജ്ഞാത്മാനമാത്മനാ ഏതേ നഃ കീർത്തിം വിമലാം മനുഷ്യാഃ സ്ഥാപയിഷ്യന്തി. ഇതി സംഭാഷ്യ ഭഗവാൻ അർജുനേന സഹേശ്വരഃ ദിവ്യം സ്വരതമാസ്ഥായ പ്രതീചീം ദിശമാവിശത്. സപ്തദ്വീപാൻ സപ്തസിന്ധൂൻ സപ്ത സപ്തഗിരീനദ ലോകാലോകം തദാതീത്യ വിവേശ സുമഹത്തമഃ. തത്രാശ്വാശൈബ്യ സുഗ്രീവമേഘപുഷ്പവലാഹകാഃ തമസി ഭ്രഷ്ടഗതയോ ബഭൂവുർഭരതർഷഭ. താൻ ദൃഷ്ട്വാ ഭഗവാൻ കൃഷ്ണോ മഹായോഗേശ്വരേശ്വരഃ സഹസ്രാദിത്യസംകാശം സ്വചക്രം പ്രാഹിണോ പുരഃ. തമസ്സു ഘോരം ഗഹനം കൃതം മഹത് വിദാരയദ്ഭൂരിതരേണ രോജിഷാ മനോജവം നിർവിവിശേ സുദർശനം ഗുണച്യുതോ രാമശരോ യഥാ ചമൂഹു ദ്വാരേണ ചക്രാനുപഥേന ദത്തമഃ. പരംപരം ജ്യോതിരനന്തപാരം സമശ്നുവാനം പ്രസമീക്ഷ്യ ഫാൽഗുനഃ പ്രതാഡിതാക്ഷോഭിതേ അക്ഷിണീയുഭേ. തതഃ പ്രവിഷ്ടഃ സലിലം നഭസ്വതാ ബലീയസൈജദ്ബൃഹദൂർമിഭൂഷണം. തത്രാദ്ഭുതം വൈഭവനം ദ്യുമത്തമം ഭ്രാജന്മണിസ്തംഭസഹസ്രശോഭിതം. തസ്മിൻ മഹാഭീമമനന്തമദ്ഭുതം സഹസ്രമൂർധന്യഭണാമണിദ്യുഭിഃ വിഭ്രാജമാനം ദ്വിഗുണോൽബണേക്ഷണം സിതാചലാഭം ശിതികണ്ഠജിഹ്വം. ദദർശ തദ്ഭോഗസുഖാസനം വിഭും മഹാനുഭാവം പുരുഷോത്തമോത്തമം സാന്ദ്രാംബുദാഭം സുപിശങ്കവാസസം പ്രസന്നവക്ത്രം രുചിരായതക്ഷണം. മഹാമണിവ്രാതകിരീടകുണ്ടലപ്രഭാ പരിക്ഷിപ്തസഹസ്രകുണ്ടളം പ്രലംബചാർവഷ്ടഭുജം സകൗസ്തുഭം ശ്രീവത്സലക്ഷ്മം വനമാലയാവൃതം.
സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സുനന്ദനന്ദ പ്രമുഖൈ സ്വപാർഷദൈഃ ചക്രാദിഭിർമൂർത്തിധരൈർനിജായുധൈഃ പുഷ്ട്യാ ശ്രിയാ കീർത്യജയാഖിലർദിഭിർ നിഷേവ്യമാണം പരമേഷ്ഠിനാം പതിം ഭവന്ത ആത്മാനമനന്തമച്യുതോ ജിഷ്ണുശ്ച തദ്ദർശനജാതസാദ്വസഃ താവാഹ ഭൂമാ പരമേഷ്ഠിനാം പ്രഭുഃ ബദ്ധാഞ്ജലി സസ്മിതമൂർജയാ ഗിരാ ദ്വിജാത്മജാ മേ യുവയോർദിദൃക്ഷുണാ മയോപനീതാ ഭുവി ധർമ്മഗുപ്തയേ കലാവതീർണൗ അവനേർബരാസുരാൻ ഹത്വേഹ ഭൂയസ്ത്വരയേതമന്തിമേ പൂർണകാമാവപി യുവാം നരനാരായണൗ ഋഷി ധർമ്മമാചരതാം സ്ഥിത്വൈ ഋഷഭൗ ലോകസംഗ്രഹം ഇത്യാദിഷ്ടൗ ഭഗവതാ തൗ കൃഷ്ണൗ പരമേഷ്ഠിനാ ഓമിത്യാനമ്യ ഭൂമാനം ആദായ ദ്വിജധാരകാൻ ന്യവർത്തതാം സ്വകം ധാമ സംപ്രഹൃഷ്ടൗ യഥാഗതം വിപ്രായ ദദതുഃ പുത്രാൻ യഥാരൂപം യഥാവയഃ നിശാമ്യ വൈഷ്ണവം ധാമ പാർത്ഥഃ പരമവിസ്മിതഃ യത്കിഞ്ചിത് പൗരുഷം പുംസാം മേനേ കൃഷ്ണാനുകമ്പിതം ഇതീദൃശാന്യനേകാനി വീര്യാണീഹ പ്രദർശയൻ ബുഭുജേ വിഷയാൻ ഗ്രാമ്യാൻ ഈചേതാത്യുർജിതൈർമഗൈഃ പ്രവവർഷാഖിലാൻ കാമാൻ പ്രജാസു ബ്രാഹ്മണാദിഷു യഥാ കാലം യദൈവേന്ദ്രോ ഭഗവാൻ ശ്രൈഷ്ട്യമാസ്ഥിതഃ ഹത്വാ നൃപാൻ അധർമ്മിഷ്ടാൻ ഘാതയിത്വാർജുനാദിഭിഃ അഞ്ജസാ വർത്തയാമാസ ധർമ്മം ധർമ്മസുതാദിഭിഃ. ഹരി ഓം. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ദ്വിജകുമാര ആമയനം നാമ ഏകോനനവതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. സന്താനഗോപാലമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ദ്വാരകയിലെ ഒരു ബ്രാഹ്മണന് ഉണ്ടായ കുട്ടികളെല്ലാം അപ്പം മരിച്ചു പോകുന്നു. അതിൽ 9ാമത്തെ കുട്ടിയെ കൊണ്ടുവന്ന് മുമ്പേ അദ്ദേഹം എങ്ങനെയാണോ യാദവ വംശത്തെ രാജാക്കന്മാരെ എല്ലാം നിന്ദിച്ചുകൊണ്ട് സംസാരിച്ചത് അതേപോലെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അർജുനൻ അവിടെ ഉണ്ടായിരുന്നു. അർജുനൻ ഈ ബ്രാഹ്മണനോട് പറഞ്ഞു, ഇവിടെയുള്ളവരൊന്നും ക്ഷത്രിയരല്ല, ഒക്കെ ബ്രാഹ്മണ സമാനന്മാരാണ്, അവരെ കൊണ്ടൊന്നും കയ്യിലാവില്ല. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ പുത്രന്മാരെ ഇനിയുണ്ടാകുന്ന പ്രജയെ രക്ഷിച്ചു തരാം എന്ന് ചാടിക്കേറി വാഗ്ദാനം ചെയ്തു. ബ്രാഹ്മണൻ അർജുനനെ നിന്ദിച്ച് സംസാരിച്ചു. കൃഷ്ണനും അല്ലെങ്കിൽ സംഘർഷണനും അനിരുദ്ധനും പ്രദ്യുമ്നനും ചെയ്യാൻ കഴിയാത്തത് നിനക്കെങ്ങനെ കഴിയും? അപ്പോൾ ഞാൻ മധ്യമ പാണ്ഡവനായ അർജുനനാണ്, ഗാണ്ഡീവമാണ് എൻ്റെ കയ്യിലുള്ള വില്ല്, മഹാദേവനെ പ്രസാദിപ്പിച്ചിട്ടുണ്ട് ഞാൻ. ഇങ്ങനെയൊക്കെ തൻ്റെ വീരസ്യം പറഞ്ഞുകൊണ്ട് ഇനി അങ്ങയുടെ കുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് യമലോകത്ത് ചെന്നിട്ടാണെങ്കിലും ഞാൻ വീണ്ടും കൊണ്ടുവരും, അഥവാ സാധിച്ചില്ലെങ്കിൽ ഞാൻ അഗ്നിയിൽ ചാടി മരണം വരിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തു. അങ്ങനെ ആ ബ്രാഹ്മണന്റെ പത്നി 10ാമതും ഗർഭം ധരിച്ചു. അർജുനനെ അറിയിച്ചു. അർജുനൻ വന്ന് സൂതീഗൃഹത്തെ ഒരു ശരപഞ്ചരം കൊണ്ട് ആവരണം ചെയ്തു. അവിടെ കാവൽ നിന്നു. ആ സ്ത്രീ പ്രസവിച്ച സമയത്ത് കുട്ടി കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ മൃതശരീരം പോലും കാണാതെയായി, അപ്രത്യക്ഷമായി. ഈ ബ്രാഹ്മണൻ അർജുനനെ നിന്ദിച്ചു കൊണ്ടുവന്നു. നിന്നെ പോലെയുള്ളവരെ വിശ്വസിച്ചതുകൊണ്ട് എനിക്കിപ്പോൾ കുട്ടിയുടെ മൃതദേഹം പോലും കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിച്ചു, പുലമ്പൽ ചെയ്തു. അർജുനൻ
താൻ പറഞ്ഞ വാക്ക് പാലിക്കാനായിട്ട് യമലോകത്തേക്കും ഇന്ദ്രലോകത്തേക്കും വരുണലോകത്തേക്കും ഓരോ ദിക്പാലകന്മാരുടെ ലോകങ്ങളിൽ 14 ലോകങ്ങളിലും ചെന്നു. അവിടെ ഒന്നും കാണാതായി. രസാതലം മുതലായ തലങ്ങളിലൊക്കെ ചെന്നു. തിരിച്ചു വന്നു. പ്രതിജ്ഞ വാക്ക് പാലിക്കാൻ കഴിയാതിരുന്ന അദ്ദേഹം അഗ്നിയിൽ ചാടി ദേഹം ഒടുക്കാൻ തയ്യാറായി. ആ സമയത്ത് ഭഗവാൻ വന്ന് തടഞ്ഞു. ഞാൻ നിനക്ക് കാണിച്ചു തരാലോ, നീ എന്താ എന്നോട് ചോദിക്കാതിരുന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ അർജുനനെ തടഞ്ഞു. ദർശയെ ദ്വിജസൂനും സ്തേ മാ അവജ്ഞ ആത്മാനമാത്മന, നീ നിന്നെ തന്നെ ചെറുതായി കാണാതിരിക്കൂ. നിന്റെ കീർത്തി മനുഷ്യർ ലോകത്തിൽ പരത്തും, പേടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ രഥത്തിൽ ഭഗവാന്റെ രഥത്തിലേക്ക് അർജുനനെയും കയറ്റിക്കൊണ്ട് പ്രതീചിയും ദിശമാവിശത്, പടിഞ്ഞാറേ ദിക്കിലേക്ക് പോയി. സപ്തദ്വീപുകൾ, സപ്തസിന്ധുക്കൾ, 7 പർവ്വതങ്ങൾ, ലോകാലോകം എല്ലാം കടന്ന് വലിയൊരു തമസ്സിലേക്ക് പ്രവേശിച്ചു. അന്ധകാരപൂർണമായ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചു. അവിടെ എത്തിയപ്പോൾ ഈ കുതിരകൾക്ക് വഴിയറിയാതെ, കണ്ണു കാണാതെ ഭഗവാന്റെ 4 കുതിരകൾ, ശൈബ്യൻ, സുഗ്രീവൻ, മേഘപുഷ്പൻ, വലാഹകൻ എന്ന പേരുള്ളതായിട്ടുള്ള ദിവ്യങ്ങളായ ആ അശ്വങ്ങൾ തമസി ഭ്രഷ്ടഗതയോ ബഭൂവൂർ, അന്ധകാരത്തിൽ ഗതി ഭ്രംശിച്ചവരായി ഭവിച്ചു, മുന്നോട്ട് പോകാൻ കഴിയാതെയായി. താൻ ദൃഷ്ട്വാ ഭഗവാൻ കൃഷ്ണോ മഹായോഗേശ്വരേശ്വര സഹസ്രാദിത്യ സംഘാശം സ്വചക്രം പ്രാഹിണോത്പുര. അപ്പൊ ഇങ്ങനെ കുതിരകൾ വഴിയറിയാതെ ഭ്രമിക്കുന്നത് കണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? മഹായോഗേശ്വരേശ്വര, യോഗേശ്വരന്മാർക്കും ഈശ്വരനായ ഭഗവാൻ തന്റെ സ്വചക്രം, സഹസ്രാദിത്യ സംഘാശം, 1000 സൂര്യന്മാരുടെ പ്രഭയുള്ളതായിട്ടുള്ള തന്റെ ചക്രത്തെ പുരഹ പ്രാഹിണോത്, മുമ്പേ വഴികാട്ടിക്കൊണ്ടയച്ചു. ഇപ്പൊ ഭഗവാന്റെ ചക്രം മുമ്പേ പോവുകയാണ്. കുതിരകൾ നല്ലതുപോലെ വെളിച്ചം കാണുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ ആ സുദർശനത്തിന്റെ ദർശനത്തിൽ, സുദർശനം കാണിക്കുന്ന വഴിയിലൂടെ മുന്നോട്ട് പോവുകയാണ്. അല്ലേ, ഭഗവാന്റെ ഈ സുദർശനം എന്ന് പറഞ്ഞാൽ ഗുരു കാണിച്ചു തരുന്ന ദർശനം തന്നെയാണ്, ശാസ്ത്രങ്ങളുടെ ദർശനം തന്നെയാണ്, ഉപനിഷത്തുക്കളുടെ ദർശനം തന്നെയാണ്, തത്വദർശനം തന്നെയാണ് സുദർശനം, സുഷ്ടുവായ ദർശനം. അപ്പോൾ ഒരു എന്താ പറയുക, അജ്ഞാനിയായ ഒരു ജീവനെ ഒരു ഗുരു ഈശ്വര സവിധത്തിലേക്ക് നയിക്കുന്നത് പോലെ ഭഗവാൻ അർജുനനെ ജ്ഞാനമാകുന്ന സുദർശനം കൊണ്ട് ഈശ്വര സവിധത്തിലേക്ക്, നാരായണ സവിധത്തിലേക്ക് നയിച്ച് ആ ഭഗവത് ദർശനം നേടിക്കൊടുക്കുന്നതായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു കഥയാണ് നമ്മൾ കാണുന്നത്. ഒരു ജീവന്റെ ആത്യന്തികമായിട്ടുള്ള ഗതി ഈശ്വരപ്രാപ്തിയാണ് എന്നും സൂചിപ്പിക്കുന്നതായിട്ടുള്ള കഥയാണ് സന്താനഗോപാലൻ. 14 ലോകങ്ങളിൽ അലഞ്ഞുതിരിയാനുള്ളവരല്ല ജീവന്മാർ. ഇടയ്ക്കിടയ്ക്ക് ജനിച്ചു മരിച്ച് യമലോകത്ത് ചെല്ലുക, അല്ലെങ്കിൽ സ്വർഗത്തിൽ ചെല്ലുക, അല്ലെങ്കിൽ മറ്റ് ദേവലോകങ്ങളിലൊക്കെ ചെല്ലുക, നരകങ്ങളിൽ ചെല്ലുക, ഇങ്ങനെ പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനീ ജഠരേ ശയനം എന്നുള്ള ആ ഒരു സംസാരത്തിൻ്റെ ആവർത്തനത്തെ സൂചിപ്പിക്കുന്നതാണ് അർജുനൻ 14 ലോകങ്ങളിലും ചെന്ന് ഈ കുട്ടിയെ അന്വേഷിച്ചു എന്ന് പറയുന്നത്. അതിനും അപ്പുറത്തേക്കുള്ള ഭഗവാന്റെ അടുത്തേക്കാണ് യഥാർത്ഥത്തിൽ പോകേണ്ടത്. അവിടെയാണ് ശാന്തിയുള്ളത്, ആനന്ദമുള്ളത്, യഥാർത്ഥ ജ്ഞാനം പ്രകാശിക്കുന്നത്. ആ സവിധത്തിലേക്ക്, ഭഗവാന്റെ സവിധത്തിലേക്ക് സുദർശനമാകുന്ന
ജ്ഞാന പ്രകാശത്തിൽ ശിഷ്യനായ അർജുനനെ ഗുരുവായ കൃഷ്ണൻ കൂട്ടിയിട്ട് പോകുന്ന ഒരു യാത്ര കൂടിയാണ് ഈ വൈകുണ്ഠ യാത്ര. അപ്പോൾ ഇനി അവിടെ ആ വൈകുണ്ഠ ദർശനമാണ് വർണ്ണിക്കാൻ പോകുന്നത്. പോകുന്ന വഴിയിലും ആ സുദർശനത്തിൻ്റെ പ്രകാശം കണ്ണഞ്ചിപ്പിക്കുന്നതായിരുന്നു. അർജുനന് കണ്ണ് കാണുന്നുണ്ടായിരുന്നില്ല, അതുപോലെയുള്ള പ്രകാശപൂർണമായിരുന്നു. അങ്ങനെയുള്ള വൈകുണ്ഠ ലോകത്തേക്ക് എത്തിച്ചേരുന്നതും ആദിശേഷ മെത്തയിൽ ഇരിക്കുന്നവനായ ഭഗവാനെ അഷ്ടബാഹുവായ തൻ്റെ ആയുധങ്ങളും ഭൂഷണങ്ങളുമായി അനുഗ്രഹഭാവത്തിൽ ഇരിക്കുന്നതായിട്ടുള്ള ഭഗവാൻ നാരായണനെ ദർശിക്കുന്നതായിട്ടുള്ള ആ ഒരു രംഗമാണ് നീ വർണ്ണിക്കുന്നത്. തമസ്സുഘോരം ഗഹനം കൃതം മഹത് വിദാരയദ്ഭൂരിതരേണ രോജിഷാ മനോജവം നിർവിവിശേ സുദർശനം ഗുണച്യുതോ രാമശരോ യദാ ചമൂഹു. തമസ്സുഘോരം ഗഹനം കൃതം മഹത് വിദാരയദ്ഭൂരിതരേണ രോജിഷാ മനോജവം നിർവിവിശേ സുദർശനം ഗുണച്യുതോ രാമശരോ യദാ ചമൂഹു. ഭഗവാന്റെ സുദർശനം അന്ധകാരത്തെ പിളർന്നുകൊണ്ട് പോകുന്നതിനെ വർണ്ണിക്കുകയാണ്. സുഘോരം ഗഹനം മഹത് കൃതം തമഹ. സുഘോരം, ആരും ഭയപ്പെട്ടു പോകുന്നതാണ് ഗാഠമായിട്ടുള്ള അന്ധകാരം. അങ്ങനെയുള്ള അന്ധകാരം ഗഹനം, അത്യന്തം തിങ്ങിയതും ആഴമേറിയതും ഒരറ്റം കാണാത്തതാണ്. അങ്ങനെയുള്ള ഗഹനമായതും മഹത്കൃതം, മഹത്തായി വിസ്തീർണമേറിയതായി എല്ലായിടത്തും അന്ധകാരമാണ്. അങ്ങനെ ഉണ്ടാക്കപ്പെട്ടതായിട്ടുള്ള ആ തമഹ അന്ധകാരത്തെ ഭൂരിതരേണ രോജിഷാ വിദാരയത്. ആ ഭഗവാന്റെ ചക്രം ഭൂരിതരേണ രോജിഷ, ഭൂരിതരം വർദ്ധിതതരം, നല്ലതുപോലെ വർദ്ധിച്ചതായിട്ടുള്ള അധികരിച്ചതായിട്ടുള്ള രോജിഷ, രോജിസ് കാന്തി പ്രകാശം. അപ്പോൾ വർദ്ധിച്ച കാന്തി കൊണ്ട് വിദാരയത്, വിദാരയത് പിളർക്കുന്നതായിട്ട്, അന്ധകാരത്തെ പിളർന്നുകൊണ്ട് ഭഗവാന്റെ ആ സുദർശനം മുന്നോട്ട് പോവുകയാണ്. മനോജവം സുദർശനം. മനോജവം മനസ്സിന്റെ വേഗതയോട് കൂടിയത്. ജവം എന്നാൽ വേഗമാണ്. മനോജവം മനസ്സിന്റെ വേഗത്തോടു കൂടിയത്. ആ മനസ്സിന്റെ വേഗത്തോടു കൂടിയിട്ടുള്ള ആ സുദർശനം എന്ന ചക്രം ഗുണച്യുതം രാമശരം ചമൂഹു യദാ നിർവിവിശേ. രാമശരം, ശ്രീരാമസ്വാമിയുടെ അസ്ത്രം, അതെവിടുന്ന് വിട്ടത്? ഗുണച്യുതം. ഗുണച്യുതം എന്ന് പറഞ്ഞാൽ ഗുണമെന്നാൽ കയറ്. കയറിൽ നിന്ന് ച്യുതമായത്, ഞാണിൽ നിന്ന് തൊടുക്കപ്പെട്ടത്. ഭഗവാന്റെ ശ്രീരാമസ്വാമിയുടെ കോദണ്ഡം എന്ന വില്ലിലെ അതിന്റെ ഞാണിൽ നിന്ന് വലിച്ചു തൊടുക്കപ്പെട്ടതുപോലെ ഗുണച്യുതം രാമശരം ചമൂഹൂയത. രാക്ഷസ സേനകളാകുന്ന ഇരുട്ടിനെ, ഇവിടെ ഇരുട്ടിനെ രാക്ഷസ സൈന്യത്തോട്, രാവണന്റെ സൈന്യത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ ആ രാക്ഷസ സേനകൾ കറുന്നുള്ളതായിട്ടുള്ള അന്ധകാര സ്വഭാവത്തോടുകൂടിയ അല്ലെ തമോ ഗുണ പ്രധാനികളായ ആ രാക്ഷസ സൈന്യത്തെ എങ്ങനെയാണോ കീറി മുറിച്ചുകൊണ്ട് പോവുക, അതുപോലെ നിർവിവിശേ, നിർവേശിച്ചു, പ്രവേശിച്ചു, നന്നായി പ്രവേശിച്ചു എന്നാണ്. പെനിട്രേറ്റ് ചെയ്തുകൊണ്ട് പോയി, മുന്നോട്ട് പോയി. അപ്പൊ രാമന്റെ വില്ലിൽ നിന്ന് തൊടുക്കപ്പെട്ട, ഞാണിൽ നിന്ന് തൊടുക്കപ്പെട്ടതായിട്ടുള്ള അസ്ത്രം എങ്ങനെയാണോ ആ രാക്ഷസ സൈന്യങ്ങളെ പിളർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നത്, അതുപോലെ ഭഗവാന്റെ കയ്യിൽ നിന്ന് തൊടുക്കപ്പെട്ടതായിട്ടുള്ള സുദർശന ചക്രം ഈ അന്ധകാരത്തെ, അലോക പ്രദേശങ്ങളെ മുഴുവൻ കീറി മുറിച്ചുകൊണ്ട് വെളിച്ചം നൽകിക്കൊണ്ട് മുന്നേ പാഞ്ഞു. ആ സുദർശനം കൊടുത്തതായിട്ടുള്ള വെളിച്ചം എത്ര ഗംഭീരമായിരുന്നു. ആ കുതിരകളൊക്കെ ആ വെളിച്ചത്തിൽ ആണ് മുന്നോട്ട് പോയത് എന്ന് സൂചിപ്പിക്കുകയാണ്. ദ്വാരേണ ചക്രാനുപഥേന തത്തമഃ പരം പരം ജ്യോതിരനന്തപാരം
സമശ്നുവാനം പ്രസമീക്ഷ്യ ബാൽഗുണഃ പ്രതാഡിതാക്ഷോപി ദദക്ഷിണീ ഉബേ. ദ്വാരേണ ചക്രാനുപഥേന തത്തമഃ പരം പരം ജ്യോതിരനന്ദപാരം സമശ്നുവാനം പ്രസമീക്ഷ്യ ബാൽഗുണഃ പ്രതാഡിതാക്ഷോപി ദദക്ഷിണീ ഉബേ. ദ്വാരേണ ചക്രാനുപതേന, ചക്രാനുപതേന ദ്വാരേണ, ചക്രം സഞ്ചരിച്ചതായിട്ടുള്ള അതേ മാർഗത്തിലൂടെ, ദ്വാരത്തിലൂടെ എന്നർത്ഥം. അതേ വഴിയിലൂടെ, ചക്രത്തെ പിന്തുടരുന്നതായിട്ടുള്ള മാർഗത്തിലൂടെ. ചക്രം ഒരു വഴി കാണിച്ചും വഴി ഉണ്ടാക്കിക്കൊണ്ട് മുന്നേ പോകുന്നുണ്ട്. അതിന്റെ അനുപഥം എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്തുടരുന്ന മാർഗം. അതേ മാർഗത്തിലൂടെ പോകുമ്പോൾ ഒരു ദ്വാരം, വലിയ വഴി ഉണ്ടാവുകയാണ്. ആ ദ്വാരത്തിൽ കൂടെ തത്തമഃ പരം, തത്തമഃ പരം, ആ തമസിന്റെ അപ്പുറത്ത്. അപ്പൊ ആ ലോകാലോകം എന്ന് പറഞ്ഞ അലോകം എന്ന ഇരുട്ടിന്റെ ലോകം കഴിഞ്ഞു. ഇരുട്ടിന്റെ ലോകം കഴിയുന്നതാണ് തത്തമഃ പരം. ഇരുട്ടിന്റെ ലോകം കഴിയുമ്പോഴോ പിന്നീട് ഒരു ഗംഭീരമായ ഒരു പ്രകാശലോകത്തിലേക്കാണ് എത്തുന്നത്. അതിനെയാണ് ഇവിടെ അനന്തപാരം. സമശ്നുവാനം പരം ജ്യോതിഃ പ്രസമീക്ഷ്യ ഭാൽഗുണഃ പ്രതാഡിതാക്ഷഃ ഉഭേ അക്ഷിണീ പിദതേ. അപ്പോ ഈ ഇരുട്ടിന്റെ അപ്പുറത്തേക്ക്, ഇരുട്ടിൽ സുദർശനം വഴി കാണിച്ചു. അത് കഴിഞ്ഞതോടുകൂടി ഇരുട്ടിന്റെ അപ്പുറത്തേക്ക് കടക്കുകയാണ്. അന്ധകാരത്തിന്റെ അപ്പുറത്ത് തമഃ പരം. രണ്ടാമത്തെ വരിയിലാണ് പരം എന്നുള്ളതെങ്കിലും തമഃ പരം എന്ന് ഒന്നിച്ച് ഒരു പദമാണ്. ദ്വാരേണ ചക്രാനുപദേന തമഃ പരം പരം ജ്യോതി. അടുത്ത പരം ജ്യോതിയിലേക്ക് ചേരുന്നതാണ്. അങ്ങനെ രണ്ട് പരങ്ങളുണ്ട്. ഒന്ന്, ഒരു പരം പൂർവപദത്തോടും മറ്റേ പരം അപരപദത്തോടും ചേർക്കേണ്ടതാണ്. അപ്പൊ പരം ജ്യോതി അനന്തപാരം. അനന്തപാരം, പാരമില്ലാത്തത്, പാരം കാണാത്തത്, മറുകര കാണാത്തത്, അവധിയില്ലാത്തത് എന്നൊക്കെ അർത്ഥം. അവധിയില്ലാത്തതായിട്ടുള്ള സമശ്നുവാനം. സമശ്നുവാനം എന്ന് പറഞ്ഞാൽ എല്ലാ ഇരുട്ടിനെയും വിഴുങ്ങുന്നത്, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത് എന്നൊക്കെ അർത്ഥം. ഇരുട്ടിനെ മുഴുവൻ വിഴുങ്ങുന്നതാണ് വെളിച്ചം. അങ്ങനെയുള്ള എല്ലാ ഇരുട്ടിനെയും വിഴുങ്ങുന്ന ആ വ്യാപനശീലമുള്ളതായിട്ടുള്ള പരം ജ്യോതിഃ പ്രസമീക്ഷ്യ, പരമമായ ജ്യോതിസിനെ നല്ലതുപോലെ കണ്ടിട്ട് ദൂരെ കണ്ടു. ആര്? ഭാൽഗുണഃ, അർജുനഃ. അർജുനൻ ഇങ്ങനെ അന്തം വിട്ടു പോവുകയാണ്. താൻ കാണാത്ത ലോകങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതുവരെ താൻ കണ്ട ലോകങ്ങളാണ് ഏറ്റവും വലിയ ലോകങ്ങളെന്ന് വിചാരിച്ചിരുന്നു. കിണറ്റിൽ കിടക്കുന്ന തവളയെ പോലെ അർജുനൻ, അല്ലേ? അല്ലെങ്കിൽ നമ്മളെയൊക്കെ പോലെ തന്നെ നമ്മളൊക്കെ നമ്മൾ കണ്ട ലോകങ്ങളാണ് ഏറ്റവും വലിയ ലോകങ്ങൾ എന്ന് കരുതിയിരിക്കുന്നവരാണ്. ഇതിനപ്പുറത്ത് എന്തൊക്കെയുണ്ട് എന്നൊന്നും ചിന്തിക്കാൻ പോലുള്ള കഴിവ് നമുക്കില്ല. അതുകൊണ്ട് ഞാൻ കണ്ടതാണ് ലോകാവസാനം എന്ന് മൂഢന്മാർ കരുതിയിരിക്കുകയാണ്. അതുപോലെ അർജുനന്റെ അഭിമാനത്തെയെല്ലാം തകർത്തുകൊണ്ട് അർജുനന്റെ വായ പൊളിയുന്നുണ്ട്, അല്ലേ? അത്ഭുതം കൊണ്ട്. ഇങ്ങനെയൊക്കെ ലോകങ്ങളുണ്ടോ? ഞാൻ ഇതൊക്കെ ഇത്രയും കാലം മിസ് ചെയ്തല്ലോ, ഇവിടെയൊന്നും ഞാൻ എത്തിയില്ലല്ലോ, ഞാൻ വലിയ കേമനാണെന്ന് വിചാരിച്ച് എല്ലാ ലോകത്തിലും ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. എല്ലാ ദേവലോകങ്ങളിലും 14 ലോകങ്ങളിലും ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുമപ്പുറത്ത് ഇങ്ങനെയുള്ള അത്ഭുത ലോകങ്ങളുണ്ടോ എന്ന് ചിന്തിക്കുകയാണ് അർജുനൻ, അത്ഭുതപ്പെടുകയാണ്. ഒരു ആധ്യാത്മിക സാധകനും ഇതുപോലെയുള്ളതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തിച്ചേരും. ഒരു അത്ഭുതത്തിൻ്റെതായിട്ടുള്ള ഒരവസ്ഥയിലേക്ക്, ലൗകികമായിട്ടുള്ള അനുഭവങ്ങൾക്കൊക്കെ അപ്പുറത്തുള്ളതായിട്ടുള്ള ആത്മീയമായിട്ടുള്ളൊരു ഔന്നത്യത്തിൻ്റെ ഒരു അനുഭവം. അതുതന്നെയാണ് ഇവിടെ അർജുനനും അനുഭവിക്കുന്നത്. അപ്പം അങ്ങനെ ആ ഭാൽഗുനഃ പ്രതാഡിതാക്ഷഃ, അർജുനന്റെ അക്ഷം പ്രതാഡിതം എന്ന് പറഞ്ഞാൽ കണ്ണുകൾ
വല്ലാതെ ബാധിക്കപ്പെട്ടു, താടിക്കപ്പെട്ടു. വെളിച്ചത്തിന്റെ ആധിക്യം അർജുനന്റെ കണ്ണുകളെ പീഡിപ്പിക്കുകയാണ്. അർജുനന് കണ്ണ് തുറന്ന് നോക്കാൻ നിവൃത്തിയില്ല, അത്രയും പ്രകാശപൂർണം. നമ്മൾ രാത്രിയിലൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ എതിരെ വരുന്ന വാഹനങ്ങളുടെ പ്രകാശം നമ്മുടെ കണ്ണിനെ അടപ്പിക്കും, അഞ്ചിപ്പിക്കും. നമ്മൾ കണ്ണടച്ചു പോകും. അപ്പൊ പിന്നെ ഇവിടുത്തെ കാര്യം പറയേണ്ടതുണ്ടോ? അല്ലേ? നമ്മുടെ നേരെ ആരെങ്കിലും ഇരുട്ടത്ത് ടോർച്ചടിച്ചാലേ നമുക്ക് കണ്ണ് ഇതായിപ്പോവും. അപ്പൊ പ്രതാടിതാക്ഷ, താടിപ്പിക്കപ്പെട്ട, ആക്രമിക്കപ്പെട്ട അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ട കണ്ണുകളോട് കൂടിയവനായിട്ട് ഉഭേ അക്ഷിണി പിതതേ, രണ്ട് കണ്ണുകളും നല്ലതുപോലെ അടച്ചു. പിതാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ മൂടുക, അടയ്ക്കുക എന്നൊക്കെ അർത്ഥം. പിതതേ, നന്നായി മൂടി, കണ്ണുകളെ അടച്ചു എന്നർത്ഥം. കൈകൊണ്ട് മൂടാം, അല്ലെങ്കിൽ മിഴികൾ കൊണ്ടും മൂടാം. എന്തായാലും അർജുനനെ നോക്കാൻ വയ്യാതായിട്ട് അർജുനൻ കണ്ണുകൾ അടച്ചു എന്നാ പറയണത്. തതഃ പ്രവിഷ്ടഃ സലിലം നഭസ്വതാ ബലീയസൈജദ്ബൃഹദൂർമിഭൂഷണം തത്രാത്ഭുതം വൈഭവനം ദ്യുമത്തമം ഭ്രാജന്മണിസ്തംഭസഹസ്രശോഭിതം. തതഃ പ്രവിഷ്ടഃ സലിലം നഭസ്വതാ ബലീയസൈജദ്ബൃഹദൂർമിഭൂഷണം തത്രാത്ഭുതം വൈഭവനം ദ്യുമത്തമം ഭ്രാജന്മണിസ്തംഭസഹസ്രശോഭിതം. അപ്പോ ആ വൈകുണ്ഠലോകം ഒരു വലിയ ജലത്തിന്റെ മധ്യത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്, അല്ലേ? അതിന് പല പേരും പറയും. ക്ഷീരാബ്ദി, അല്ലേ? പാലാഴി എന്നൊക്കെ പറയുന്ന ആ സാഗരത്തിന്റെ നടുവിൽ, ശ്വേതദ്വീപ് എന്ന് പറയുന്ന ദ്വീപിൽ ആദിശേഷനാകുന്ന മെത്തയിൽ, ആ വൈകുണ്ഠ ലോകത്ത് ഭഗവാൻ വിരാജിക്കുന്നു, പ്രകാശിക്കുന്നു. അപ്പോൾ അതാണ് അവിടേക്ക് പ്രവേശിക്കണം. തതഃ പ്രവിഷ്ടഃ, പിന്നെയും അവിടേക്ക് പ്രവേശിച്ചവനായിട്ട് ഭഗവാന്റെ കൂടെ അർജുനൻ പ്രവേശിച്ചു ആ ലോകത്തേക്ക്, ആ വെളിച്ചപൂർണമായ ലോകത്തേക്ക്. ബലീയസാ നഭസ്വത ഏജത് ബൃഹദൂർമിഭൂഷണം സലിലം തത്ര അത്ഭുതം. അപ്പോ ബലീയസാ നഭസ്വത ഏജത് ബൃഹദൂർമിഭൂഷണം സലിലം. സലിലം വെള്ളം, വെള്ളങ്ങനെ വലിയ തിരമാലകൾ കൊണ്ട് ഇളകി മറിയുന്നുണ്ട് എന്നാണ്. എങ്ങനെ? ബലീയസ നഭസ്വത, നഭസ്വാൻ എന്നാൽ വായു, നഭസ്വത വായുവിനാൽ, ബലീയസ നഭസ്വത ശക്തമായ കാറ്റിനാൽ, ഭയങ്കരമായ കാറ്റടിക്കുന്നുണ്ട്, ശക്തിയേറിയ കാറ്റടിക്കുന്നുണ്ട്. ആ കാറ്റുകൊണ്ട് ഏജത് ബൃഹദൂർമിഭൂഷണം. ഏജത് എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ഇളകുന്നത്, പൊങ്ങുന്നത് എന്നൊക്കെ അർത്ഥമാണ്. ഇളകി മറിയുന്നതായിട്ടുള്ള ബൃഹത്തായ വലിയതായ ഊർമി, തിരമാല, അതുകൊണ്ട് ഭൂഷിച്ചിരിക്കുന്ന സലിലം. അപ്പോൾ വലിയ വലിയ തിരമാലകൾ പൊങ്ങി അടിക്കുന്നതായിട്ടുള്ള വെള്ളത്തോടു കൂടിയതായിട്ടുള്ള ആ ലോകം. തത്ര അത്ഭുതം ദ്യുമത്തമം ഭ്രാജൻ മണിസ്തംഭ സഹസ്രശോഭിതം ഭവനം. ആ ഭവനം ദദർശ എന്ന് ചേർക്കണം. 55-ാം ശ്ലോകത്തിലാണ് ദദർശ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ദദർശ മുകളിലേക്കും ചേരേണ്ടതാണ്. എല്ലാ ശ്ലോകത്തിലും ദദർശ വരാം. ദർശിച്ചു. അപ്പോ തിരമാലകൾ പൊങ്ങി അടിക്കുന്നതായിട്ടുള്ള അത്ഭുതം, അത്യത്ഭുതകരമായതും, ദ്യുമത്തമം നല്ലതുപോലെ ശോഭിക്കുന്നതായിട്ടുള്ളത്. ദ്യുമത്ത് എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്നത്, അതിൽ തമം ഏറ്റവും ശ്രേഷ്ഠമായത്. അപ്പൊ ശോഭിക്കുന്നതിൽ വെച്ച് ഏറ്റവും ശോഭിക്കുന്നതായിട്ടുള്ള ബ്രാജൻ മണിസ്തംഭ സഹസ്രശോഭിതം. മണിസ്തംഭങ്ങൾ എന്നാൽ രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ച തൂണുകൾ. അത് ബ്രാജത്, പ്രകാശിക്കുന്നത്. അപ്പൊ പ്രകാശിക്കുന്ന രത്നസ്തംഭങ്ങൾ സഹസ്രങ്ങൾ, ആയിരക്കണക്കിന് അനന്തം തൂണുകൾ കൊണ്ട് ശോഭിക്കുന്നതായിട്ടുള്ള ഭവനം ദദർശ.
ഒരു വലിയ ബൃഹത്തായൊരു ഭവനത്തെ വെളിച്ചപൂർണമായ രത്നമയമായ തൂണുകളിൽ നിൽക്കുന്നതായിട്ടുള്ള വലിയൊരു ഭവനത്തെ കണ്ടു. ലോകത്തെവിടെയും അതുപോലൊരു ഭവനം ഉണ്ടാവില്ല, ഉണ്ടാവാൻ വഴിയില്ല. ബാക്കിയുള്ള ഭവനങ്ങളൊക്കെ അതിൻ്റെ 7 അയലത്ത് വരില്ല. അതുപോലെയുള്ളതായിട്ടുള്ള കൂറ്റൻ ഭവനം, അത്യത്ഭുതകരമായിട്ടുള്ള ഒരു ഭവനം, ഭഗവാന്റെ കാലാദിനാഥനായ കാലസ്വരൂപനായ ഭഗവാന്റെ മഹാകാലപുരം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ആ പുരത്തെ കണ്ടു എന്നർത്ഥം. തസ്മിൻ മഹാഭീമമനന്തമദ്ഭുതം സഹസ്രമൂർധന്യഭണാമണിദ്യുഭിഃ വിഭ്രാജമാനം ദ്വിഗുണോൽബണേക്ഷണം സിതാചലാഭം ശിതികണ്ഠജിഹ്വം. തസ്മിൻ മഹാഭീമമനന്തമദ്ഭുതം സഹസ്രമൂർധന്യഭണാമണിദ്യുഭിഃ വിഭ്രാജമാനം ദ്വിഗുണോൽബണേക്ഷണം സിതാചലാഭം ശിതികണ്ഠജിഹ്വം. തസ്മിൻ എന്ന് പറയുമ്പോൾ തസ്മിൻ ഭവനേ, ആ മുമ്പ് കണ്ട ബൃഹത്തായ ഭവനത്തിൽ മഹാഭീമം അത്ഭുതം സഹസ്രമൂർധന്യഭണാമണിദ്യുഭിഃ വിഭ്രാജമാനം ദ്വിഗുണോൽബണേക്ഷണം സിതാചലാഭം ശിതികണ്ഠജിഹ്വം അനന്തം ദദർശ എന്ന് അവിടെയും ദദർശ കൂട്ടണം. അനന്തം ദദർശ, അനന്തനെ ദർശിച്ചു, ആദിശേഷനെ ദർശിച്ചു. അപ്പൊ ആദ്യം കാണുന്നത് വൈകുണ്ഠത്തിൽ പ്രവേശിക്കുമ്പോൾ ആദിശേഷനെയാണ്. കാരണം അത്രയും വലിയ ശരീരത്തോടുകൂടി ഉയർന്ന ഭണങ്ങളോടുകൂടി ദൂരത്തുനിന്ന് തന്നെ കാണാവുന്ന രീതിയിൽ പർവ്വതം പോലെ നിൽക്കുകയാണ്. വലിയൊരു വെളുത്ത പർവ്വതം, ഹിമാലയം പോലെ നിൽക്കുന്നു, അതിനേക്കാൾ വലുതായിട്ട് നിൽക്കുന്നു. അതിൻ്റെയൊക്കെ ശിരസിലൊക്കെ രത്നങ്ങൾ ജ്വലിക്കുന്നു അല്ലേ. നേരു പർവ്വതത്തിൻ്റെ മുകളിൽ സൂര്യൻ ഉദിച്ചു പൊങ്ങുമ്പോൾ എങ്ങനെ ഉണ്ടാവും അതുപോലെ ഉണ്ടാവും ഇദ്ദേഹത്തിൻ്റെ ഓരോ ശിരസ്സുകളും. അപ്പോൾ അതാണ് ഇവിടെ വർണ്ണിക്കുന്നത്. തസ്മിൻ ഭവനേ മഹാഭീമം അത്ഭുതം, ഭയങ്കരമായത്, അതിവലുതായിരിക്കുന്നതും കാണുന്നവർക്ക് ആശ്ചര്യത്തെ ഉണ്ടാക്കുന്നതും സഹസ്രമൂർധന്യഭണാമണിദ്യുഭിഃ വിഭ്രാജമാനം. സഹസ്രമൂർധന്യഭണാമണിദ്യുഭിഃ, സഹസ്രം ആയിരക്കണക്കിന്, മൂർധന്യം ശിരസ്സുകൾ, അതില് ഭണങ്ങൾ, മൂർധന്യ ഭണങ്ങൾ. ആദിശേഷന്റെ ആ ശിരസ്സുകളെല്ലാം ഭണങ്ങളാണ്. ആ ഭണങ്ങളിൽ മണിദ്യുഭി, അതിലുള്ള മണികളുടെ രത്നങ്ങളുടെ കാന്തി കൊണ്ട്, പ്രകാശം കൊണ്ട് വിഭ്രാജമാനം, നല്ലതുപോലെ ശോഭിക്കുന്നതായിരിക്കുന്ന ദ്വിഗുണോൽബണീക്ഷണം, ദ്വിഗുണം ഉൽബണ ഈക്ഷണം. എത്ര ശിരസ്സുണ്ടോ അതിന്റെ ദ്വിഗുണം, ഇരട്ടി ഉൽബണങ്ങളായ ഈക്ഷണങ്ങളോടുകൂടിയവൻ. ഉൽബണം ഭയങ്കരം, തീക്ഷ്ണങ്ങളായി ജ്വലിക്കുന്ന കണ്ണുകളോടുകൂടിയതും. സിത അചലാഭം, സിതം എന്നാൽ വെളുത്തത്, വെളുത്ത അചലം ഹിമാലയം തന്നെയാണ്, കൈലാസമൊക്കെയാണ്. അപ്പൊ വെളുത്ത വെള്ളിമല പോലെ ശോഭിക്കുന്നതും സിതാചലാഭം, അല്ലെങ്കിൽ ഒരു വലിയ വലിയ സ്ഫടിക പർവ്വതം പോലെ ശോഭിക്കുന്നതും. ശിതികണ്ഠജിഹ്വം, നീല നിറത്തിലുള്ളതായിട്ടുള്ള കണ്ഠവും ജിഹ്വയും. ശിതി കണ്ഠ, ശിതി ജിഹ്വ. ശിതി എന്ന് പറഞ്ഞാൽ നീല നിറത്തെ സൂചിപ്പിക്കുന്നതാണ്. നീല നിറത്തിലുള്ള കഴുത്തും നീല നിറത്തിലുള്ള നാവും. ശിതികണ്ഠ ജിഹ്വം, അപ്പൊ കറുത്തതായിട്ടുള്ള നാവും കറുത്ത കഴുത്തോടും കൂടിയതായിട്ടുള്ള അനന്തം ദദർശ, ആദിശേഷനെ കണ്ടു. അപ്പൊ ആദ്യം ആദിശേഷനെയാണ് ദർശിക്കുന്നത്. പിന്നെ ആദിശേഷന്റെ മടിയിൽ അല്ലെങ്കിൽ മെത്തയിൽ ഭഗവാൻ അഷ്ടബാഹുവായിരിക്കുന്ന ആ വൈകുണ്ഠനാഥനെ കാണുകയാണ്. ദദർശ തദ്ഭോഗസുഖാസനം വിഭും മഹാനുഭാവം പുരുഷോത്തമോത്തമം സാന്ദ്രാംബുദാഭം സുപിശങ്കവാസസം പ്രസന്നവക്ത്രം രുചിരായ ദക്ഷണം. ദദർശ തദ്ഭോഗസുഖാസനം വിഭും മഹാനുഭാവം പുരുഷോത്തമോത്തമം സാന്ദ്രാംബുദാഭം സുപിശങ്കവാസസം
പ്രസന്നവക്ത്രം രുചിരായ ദക്ഷണം. ദർശിച്ചു, അർജുനൻ ദർശിച്ചു. ആരെ ദർശിച്ചു? വിഭുവിനെ ദർശിച്ചു. വിഭു എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നവനായ സർവശക്തനായ പ്രഭു തന്നെയാണ്. അപ്പൊ എവിടെ ഇരിക്കുന്നതായിട്ട്? തദ്ഭോഗ സുഖാസനം. തദ്ഭോഗം എന്ന് പറഞ്ഞാല് ആദിശേഷനെ അനന്തനെ ദർശിച്ചു എന്ന് പറഞ്ഞു. അനന്തന്റെ ഭോഗം എന്ന് പറഞ്ഞാൽ ശരീരം, പാമ്പിന്റെ ശരീരത്തിനാണ് ഭോഗം എന്ന് പറയുന്നത്. ഭോഗമുള്ളവൻ ഭോഗി, സർപ്പത്തിന് ഭോഗി എന്നും പേര്. ഭോഗീന്ദ്രശായിനം എന്ന് ഭഗവാനെ വിളിക്കും. ഭോഗീന്ദ്രനിൽ ശയിക്കുന്നവൻ, ശേഷശായി. അപ്പൊ ഭോഗം അസ്യ അസ്ഥിതി ഭോഗി. അപ്പൊ ഭോഗം എന്താണ്? ഭോഗം പാമ്പിന്റെ ശരീരം. അപ്പൊ തൽഭോഗ സുഖാസനം, ആ പാമ്പിന്റെ ശരീരത്തിൽ സുഖമായിരിക്കുന്നവനും, ഇരിക്കുന്നവനായിട്ടാണ്. ശയിക്കുന്നവൻ എന്ന് പറഞ്ഞില്ല, സുഖാസനം, സുഖമായി ഇരിക്കുന്നവനായിട്ട്. എന്താ? ഇവരെ കാത്തിരിക്കുകയാണ്. അർജുനനെയും കൃഷ്ണനെയും കാണാനായി കാത്തിരിക്കുകയാണ്. അപ്പൊ ആ കാത്തിരിക്കുന്ന ഭാവത്തിലാണ് ഭഗവാന്റെ ദർശനം. തദ്ഭോഗ സുഖാസനം വിഭും, എല്ലാറ്റിനും സാമർഥ്യമേറിയവനായ മഹാനുഭാവം, മഹത്തായ മഹാത്മ്യത്തോടുകൂടിയവൻ, അനുഗ്രഹിക്കാനുള്ള ശക്തിയോടുകൂടിയവൻ. പുരുഷോത്തമോത്തമം, പുരുഷന്മാരിൽ ഉത്തമന്മാരിൽ വെച്ച് ഉത്തമനായിരിക്കുന്നവൻ. അനേക പുരുഷോത്തമന്മാരുണ്ടാവാം, അവരിലുമെല്ലാം ഉത്തമനായിരിക്കുന്നവൻ. സാന്ദ്ര അംബുതാപം, ഘനീഭവിച്ച മേഘം പോലെ ശോഭിക്കുന്നവൻ. ഇപ്പൊ കോൺട്രാസ്റ്റാണ് അല്ലേ? ആദിശേഷന്റെ ശരീരം സ്ഫടികം പോലെ വെളുത്തതാണ്, മഞ്ഞു പർവ്വതം പോലെ. ഭഗവാന്റെ ശരീരമോ കറുത്ത മേഘം പോലെ. അതാണ് സാന്ദ്രാംബുതാപം, ഘനീഭവിച്ച അമ്പുതം പോലെ ശോഭിക്കുന്നവനും. സുപിശങ്കവാസസം, നല്ല ജ്വലിക്കുന്ന മഞ്ഞപ്പട്ട് വസ്ത്രമായി ധരിച്ചിരിക്കുന്നവനും. പീതാംബരം പ്രസന്നവക്ത്രം, നല്ലതുപോലെ വികസിച്ചതായിട്ടുള്ള പുഞ്ചിരിയോടുകൂടിയതായിട്ടുള്ള മുഖത്തോടുകൂടിയവനായിട്ട്. പ്രസന്നവക്ത്രം രുചിരായതേക്ഷണം, രുചിരവും ആയതവുമായ ഈ ക്ഷണം. രുചിരം മനോഹരം, താമര ദളം പോലെ നല്ല വലുപ്പമുള്ളതായിട്ടുള്ള ആയതം, നീണ്ടതായിട്ടുള്ള കണ്ണുകളോടുകൂടിയവനും. അപ്പോ മനോഹരവും നീണ്ടതുമായിട്ടുള്ള കണ്ണുകളോടുകൂടിയവനുമായി ആ ഭഗവാനെ ദർശിച്ചു. ഭഗവാനെ വർണ്ണിക്കൽ തുടരുകയാണ്. മഹാമണിവ്രാത കിരീടകുണ്ടല പ്രഭാ പരിക്ഷിപ്ത സഹസ്രകുന്തളം പ്രലംബചാർവഷ്ടഭുജം സകൗസ്തുഭം ശ്രീവത്സലക്ഷ്മം വനമാലയാവൃതം. അടുത്ത ശ്ലോകവും ഇതിന്റെ തുടർച്ച തന്നെയാണ്. മഹാമണിവ്രാത കിരീടകുണ്ടല പ്രഭാ പരിക്ഷിപ്ത സഹസ്രകുന്തളം പ്രലംബചാർവഷ്ടഭുജം സകൗസ്തുഭം ശ്രീവത്സലക്ഷ്മം വനമാലയാവൃതം. മഹാമണിവ്രാത കിരീട കുണ്ടല പ്രഭാ പരിക്ഷിപ്ത സഹസ്രകുന്തളം. രണ്ടു വരിയും കൂടി ഒറ്റ പദമാണ്. മഹാമണിവ്രാത കിരീട കുണ്ടല പ്രഭാ പരിക്ഷിപ്ത സഹസ്രകുന്തളം. ഇപ്പൊ മഹാമണിവ്രാതങ്ങൾ, മഹാമണികൾ, വിലമതിയാനാവാത്ത രത്നങ്ങൾ, അവയുടെ വ്രാതം സമൂഹം. അപ്പൊ കൂട്ടം കൂട്ടമായിട്ടുള്ള രത്നങ്ങളെ കിരീടങ്ങളിലും കുണ്ടലങ്ങളിലും ശോഭിക്കുന്നുണ്ട്. ഭഗവാന്റെ കിരീടത്തിൽ അനേക വിലമതിയാത്ത രത്നങ്ങൾ പതിച്ചിട്ടുണ്ട്. ഭഗവാന്റെ കർണകുണ്ടലങ്ങൾ, മകരകുണ്ടലങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെയൊക്കെ പ്രഭ കൊണ്ട് പരിക്ഷിപ്ത സഹസ്രകുന്തളം, ആ പ്രഭ കൊണ്ട് പരിക്ഷിപ്തം, നല്ലതുപോലെ പ്രകാശിപ്പിക്കപ്പെടുന്നതായിട്ടുള്ള സഹസ്രകുന്തളം. ഭഗവാന്റെ തലമുടി മുഖത്തേക്കും മറ്റുമൊക്കെ വീണ് കിടക്കുന്നതും മറ്റും ഈ രത്നങ്ങളെ കൊണ്ട് കൂടുതലായിട്ട് ശോഭിക്കുന്നു എന്നർത്ഥം. വ്യാപിക്കപ്പെട്ട തലമുടിയോടുകൂടിയത്. പരിക്ഷിപ്ത സഹസ്ര കുന്തളം, അളവില്ലാത്ത ഘനീഭവിച്ച കുന്തളത്തോടുകൂടിയവൻ, തലമുടിക്കെട്ടോടുകൂടിയവൻ. പ്രലംബചാർവഷ്ടഭുജം, പ്രലംബം എന്ന് പറഞ്ഞാൽ നീണ്ടിരിക്കുന്നത്, പ്രകർഷേണ ലംബമാനമായത്. ആജാനുബാഹുവാണ് ഭഗവാൻ. കാൽമുട്ടുവരെ നീണ്ടുകിടക്കുന്നതായിട്ടുള്ള കൈകൾ.
അത് പ്രലംബങ്ങളായ ചാരു അഷ്ടഭുജം, മനോഹരങ്ങളായ 8 കൈകൾ, അഷ്ടബാഹുവായിട്ടുള്ള ഭഗവാൻ നാരായണനെയാണ് ഇവിടെ ദർശനം. അപ്പൊ ചാരു അഷ്ടഭുജം സ കൗസ്തുഭം, കഴുത്തിൽ കണ്ടത്തിൽ കൗസ്തുഭം എന്ന പത്മരാഗരത്നം ധരിച്ചിട്ടുണ്ട്. ശ്രീവത്സ ലക്ഷ്മം, ശ്രീവത്സം എന്ന അടയാളം മാറത്തുണ്ട്. ശ്രീവത്സ ലക്ഷ്മം വനമാലയാ വൃതം, ഭഗവാന്റെ ആ അതിമനോഹരമായിട്ടുള്ള വനമാല മാറിൽ ആവരണം ചെയ്തിട്ടുണ്ട്, നിറഞ്ഞു കിടപ്പുണ്ട്. വനമാലയാവൃതം. തുടരുകയാണ്. സുനന്ദനന്ദ പ്രമുഖൈ സ്വപാർഷദൈ ചക്രാദിഭിർമൂർത്തിധരൈർ നിജായുധൈ പുഷ്ട്യാ ശ്രിയാ കീർത്യജയാഖിലർദിഭിഃ നിഷേവ്യമാണം പരമേഷ്ഠിനാം പതിം. സുനന്ദനന്ദ പ്രമുഖൈ സ്വപാർഷദൈ ചക്രാദിഭിർമൂർത്തിധരൈർ നിജായുധൈ പുഷ്ട്യാ ശ്രിയാ കീർത്യജയാഖിലർദിഭിഃ നിഷേവ്യമാണം പരമേഷ്ഠിനാം പതിം. 55, 56, 57 3 ശ്ലോകങ്ങളും കൂടി ഒന്നിച്ച് ഭഗവാനെ വർണ്ണിക്കുന്നതാണ്, ഒന്നിച്ച് വായിക്കേണ്ടതാണ്, ഒന്നിച്ച് ദദർശ എന്ന് അന്വയിക്കേണ്ടതാണ്. ഈ രൂപത്തിൽ ഭഗവാനെ ദർശിച്ചു. ഇപ്പൊ സുനന്ദനന്ദ പ്രമുഖൈഹി സ്വപാർഷദൈഹി, ഭഗവാന്റെ പാർഷദന്മാര് പ്രമുഖന്മാര് 16 പേരോളുണ്ട്. അതിൽ ഏറ്റവും പ്രമുഖരാണ് സുനന്ദനും നന്ദനും. ജയവിജയന്മാരെ പോലെ, ഗരുഡനെ പോലെ മറ്റ് പലരും പാർഷദന്മാർ ഉണ്ട്. അതിൽ ഏറ്റവും പ്രമുഖന്മാര് സുനന്ദനന്ദന്മാര്. അപ്പൊ സുനന്ദൻ, നന്ദൻ മുതലായിട്ടുള്ള സ്വപാർഷദൈഹി, തന്റെ പാർഷദന്മാരാലും, മൂർത്തിധരൈഹി ചക്രാദിഭിഹി നിജായുധൈഹി, ഭഗവാന്റെ ആയുധങ്ങൾ, ശംഖം, ചക്രം, ഗദ, പത്മം, ശാർംഗം, മന്ദകം മുതലായിട്ടുള്ള ആയുധങ്ങളൊക്കെ ദേവന്മാരുടെ രൂപം ധരിച്ചിട്ടുണ്ട്. മൂർത്തിധരന്മാരാണ്. മൂർത്തിധരന്മാരായ ചക്രം മുതലായ നിജ ആയുധൈഹി, തന്റെ ആയുധങ്ങളെ കൊണ്ട്. അപ്പൊ ഭഗവാന്റെ ആയുധങ്ങളൊക്കെ ഓരോ ദേവതകളാണ്. അതുകൊണ്ടാണ് വൈഷ്ണവര് അവരെയൊക്കെ ആഴ്വാർ ആഴ്വാർ എന്നാ വിളിക്കുക, അല്ലേ? ശംഖത്താഴ്വാർ, ചക്രത്താഴ്വാർ, ഇങ്ങനെ ആഴ്വാരായി സാക്ഷാൽ ഭഗവാനായി തന്നെ കാണുകയാണ്. ഭഗവത് സ്വരൂപമായിട്ട് തന്നെയാണ് ഈ ആയുധങ്ങളെയൊക്കെ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ കാണുക. അവർക്കൊക്കെ പ്രത്യേകം പ്രത്യേകം പ്രതിഷ്ഠകളുമുണ്ട്. ശ്രീരംഗത്ത് ചെന്നാൽ സുദർശനത്തിന് പ്രത്യേക സ്ഥാനം, പ്രതിഷ്ഠയുണ്ട്. ശംഖത്തിന് പ്രത്യേക സ്ഥാനമുണ്ട്, തിരുപ്പതിയിലുണ്ടാവും. അതുപോലെ പ്രമുഖമായിട്ടുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊക്കെ എവിടെയൊക്കെ തിരുപ്പതിയുടെ ബ്രാഞ്ചുകളുണ്ടോ അവിടെയൊക്കെ ഉണ്ട്. ചക്രം, ശംഖം, ഇതിനൊക്കെ പ്രത്യേകം പ്രത്യേകം ചെറിയ ഷ്രൈനുകൾ, ഭഗവാന്റെ സേവകന്മാരായിട്ടുള്ള ദേവതകളായിട്ടാണ് അവരെ ആരാധിക്കുന്നത്. അപ്പോൾ വെറും ജഡങ്ങളായിട്ടുള്ള വസ്തുക്കളല്ല, അവരൊക്കെ ദേവതകളാണ്, ആഴ്വാർമാരാണ്. അപ്പൊ അങ്ങനെയുള്ള ചക്രാദിബിർ മൂർത്തിധരൈർ നിജായുധൈഹി, ഭഗവാന്റെ ആയുധങ്ങൾ മൂർത്തിയെ ധരിച്ചുകൊണ്ട് ഭഗവാനെ സേവിക്കുന്നു. പുഷ്ട്യ ശ്രിയ കീർത്യജയ അഖിലർദിഭിഹി നിഷേവ്യമാണം. ഭഗവാനെ സേവിക്കുന്ന പല ശക്തികളാണ്, ഭഗവാനെ സേവിക്കുന്ന ശക്തികളുടെ പേരുകളാണ് പുഷ്ടി, ശ്രീ, ശ്രീയാലും, ശ്രീ ഇവിടെ ലക്ഷ്മി ദേവി തന്നെയാവാം. കീർത്തി, അജ, കീർത്യജയ, കീർത്തിയാലും അജയാലും, അഖിലർദിഭിഹി നിഷേവ്യമാണ്, സകല ഋദ്ധികളാലും. ഋദ്ധികൾ എന്നാൽ ദേവതകളാണ്, എല്ലാം ശക്തികളാണ്. ഭഗവാനെ സേവിക്കുന്ന ശക്തികൾ തന്നെയാണ് ഋദ്ധികൾ. ആ ഋദ്ധികളാലും നിഷേവ്യമാണം, അഷ്ടസിദ്ധികൾ അതൊക്കെ അതിൽപ്പെടും. അപ്പൊ അങ്ങനെയുള്ള ദേവതകളാലെല്ലാം സേവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവനായ പരമേഷ്ഠിനാം പതിം ദദർശ, പരമേഷ്ഠികളായിട്ട് മഹാദേവനും ഇന്ദ്രനും ബ്രഹ്മദേവനും ഒക്കെ ഉണ്ട്. അവരുടെയും പതിയായിട്ടുള്ള, നാഥനായിട്ടുള്ള, എല്ലാവർക്കും നാഥനായിരിക്കുന്ന, അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനായിരിക്കുന്ന ഭഗവാനെ പരമേഷ്ഠിനാം പതിം ദദർശ, ദർശിച്ചു എന്നാണ്. അപ്പൊ 3 ശ്ലോകങ്ങളെ കൊണ്ട് വൈകുണ്ഠത്തിലുള്ള ഭഗവാന്റെ അതിമനോഹരമായ ഗംഭീരമായ രൂപത്തെ
വർണ്ണിച്ചിരിക്കുകയാണ്. പാർഷദന്മാരാലും സിദ്ധികളാലും ശക്തികളാലും എല്ലാം സേവിക്കപ്പെടുന്നതായിട്ട്. അത് കഴിഞ്ഞ് ആദ്യം ചെന്ന് വന്ദിക്കുന്നത് കൃഷ്ണൻ തന്നെ, അല്ലേ? ഭഗവാൻ കൃഷ്ണൻ തൻ്റെ തന്നെ സ്വരൂപമായിരിക്കുന്ന വൈകുണ്ഠനാഥനെ ചെന്ന് വീണ് നമസ്കരിക്കുന്നു. അത് കണ്ട് അർജുനനും പുറകെ ചെന്ന് നമസ്കരിക്കുന്നു. വവന്ദ ആത്മാനമനന്തമച്യുതോ ജിഷ്ണുശ്ച തദ്ദർശന ജാതസാദ്വസഃ താവാഹ ഭൂമാ പരമേഷ്ഠിനാം പ്രഭുഃ ബദ്ധാഞ്ജലി സംസ്മിതമൂർജയാ ഗിരാ സസ്മിതമൂർജയാ ഗിരാ. ഭവന്ത ആത്മാനമനന്തമച്യുതോ ജിഷ്ണുശ്ച തദ്ദർശന ജാതസാദ്വസഃ താവാഹ ഭൂമാ പരമേഷ്ഠിനാം പ്രഭുഃ ബദ്ധാഞ്ജലി സസ്മിതമൂർജയാ ഗിരാ. ഭവന്ത ആത്മാനം അനന്തം അച്യുതഃ. അച്യുതഃ വവന്ത, അച്യുതൻ വന്ദിച്ചു. ആരവിടെ അച്യുതൻ? ശ്രീകൃഷ്ണ ഭഗവാൻ പാർത്ഥസാരഥി. പാർത്ഥസാരഥിയായ അച്യുതൻ വവന്ത വന്ദിച്ചു. ആരെ വന്ദിച്ചു? ആത്മാനം, തന്നെ തന്നെ വന്ദിച്ചു എന്നാണ്. എവിടെ ഇരിക്കുന്ന അനന്തരൂപത്തിൽ അഥവാ ആ നാരായണ രൂപത്തിൽ. ഇവിടെ അനന്ത ശബ്ദം നാരായണനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ. അപ്പൊ ആ അനന്തനായ നാരായണനെ ഇവിടുന്ന് ദ്വാരകയിൽ നിന്ന് രഥത്തിൽ അർജുനനെയും കൂട്ടിപ്പോയ കൃഷ്ണനാകുന്ന അച്യുതൻ നമസ്കരിച്ചു. ഇവിടെ ഇപ്പോൾ താൻ തന്നെ തന്നെ നമസ്കരിച്ചു എന്നാണ് കവി പറഞ്ഞത്. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം. താൻ തന്നെ 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 നമസ്കരിക്കുകയാണ് ഇവിടെ ഉണ്ടാവുന്നത്. അച്യുതഃ ആത്മാനം ഭവന്ത, താൻ തന്നെയായ അനന്തനെ വന്ദിച്ചു. ജിഷ്ണുശ്ച തദ്ദർശന ജാതസാദ്വസഃ. തദ്ദർശന ജാതസാദ്വസഃ, ആ വൈകുണ്ഠനാഥനെ നാരായണമൂർത്തിയെ ദർശിച്ച മാത്രയിലുണ്ടായ സാദ്വസം എന്ന് പറഞ്ഞാലോ ഭയവും പരിഭ്രമവും എല്ലാം, ഭക്തി പാരവശ്യവും എല്ലാം ഒന്നിച്ച്. സാദ്വസം എന്നുള്ളതിന് ഭയം എന്നാണ് അക്ഷരാർത്ഥം. അപ്പോ വല്ലാതെ ഒരു ചകിതനായിട്ട് അത്ഭുതമായിട്ടുള്ള ഈ മൂർത്തിയെ കണ്ട് താൻ ഒട്ടും ഇതുപോലെ ഒരു രൂപം പ്രതീക്ഷിച്ചിട്ടേ ഇല്ല, ചിന്തിച്ചിട്ടേ ഇല്ല. അങ്ങനെയുള്ള അത്ഭുതമായിരിക്കുന്ന ഭഗവാന്റെ ആ ദർശനം കണ്ട് തദ്ദർശന ജാതസാദ്വസഃ ജിഷ്ണുഹു. ജിഷ്ണുഹു അർജുനഃ. അപ്പൊ ഭഗവാന്റെ ഈ മൂർത്തിയെ കണ്ട് ഭയം ജനിച്ചവനായ, ഭയപ്പെട്ടവനായ, പരിഭ്രമിച്ചവനായ, അത്ഭുത പരതന്ത്രനായ, ഭക്തി പരവശനായ അർജുനനും വീണ് നമസ്കരിച്ചു എന്ന് താല്പര്യം. വവന്ത ജിഷ്ണുശ്ച വവന്ത എന്ന് അവിടെ കേൾക്കണം. അങ്ങനെ വന്ദിച്ചതായിട്ടുള്ള സമയത്ത് തൗ ആഹ ഭൂമാ പരമേഷ്ഠിനാം പ്രഭുഃ. പരമേഷ്ഠിനാം പ്രഭുഃ ഭൂമാ. എല്ലാ പരമേഷ്ഠികൾക്കും, വലിയ വലിയ ദേവന്മാർക്ക്, ബ്രഹ്മാദികൾക്കെല്ലാം പ്രഭുവായ നാഥനായ ഭൂമാ. ഭൂമാ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെ, ഏറ്റവും വലിയവൻ എന്നർത്ഥം. ആ വലിയവനായ ഭഗവാൻ തൗ ആഹ. തൗ അവരോട്, രണ്ടുപേരോടുമായിട്ട് ആഹ. തൗ പ്ലസ് ആഹ താവാഹ. അവർ രണ്ടുപേരോടുമായിട്ട് പറഞ്ഞു. അവരോ എങ്ങനെ നിൽക്കുന്നവരായിട്ട്? ബദ്ധാഞ്ജലി, അഞ്ജലി ബന്ധം ചെയ്തു നിൽക്കുകയാണ് രണ്ടുപേര്. അഞ്ജലി എന്ന് ദീർഘം പറഞ്ഞിരിക്കുന്നത് ദ്വിവചന ശബ്ദമായിട്ടാണ്. ബദ്ധാഞ്ജലി എന്ന ഏകവചനം പറഞ്ഞാൽ വൈകുണ്ഠനാഥൻ ഇവരെ തൊഴുതുകൊണ്ട് പറഞ്ഞു എന്നാവും. കൃഷ്ണനെയും അർജുനനെയും നോക്കി വൈകുണ്ഠനാഥൻ തൊഴുതുകൊണ്ട് പറഞ്ഞു. എങ്ങനെയായാൽ ബദ്ധാഞ്ജലി, ഏകവചനമായാൽ. ഇത് അങ്ങനെയല്ല, ബദ്ധാഞ്ജലി ദീർഘമാണ്, ദീർഘം ദിവചനമാണ്. അപ്പൊ ബദ്ധാഞ്ജലി തൗ, ബദ്ധാഞ്ജലികളായിരിക്കുന്ന കൈകൾ അഞ്ജലി ബന്ധം ചെയ്തു നിൽക്കുന്നവരായ ആ രണ്ടുപേരോടും ഭൂമാവായ പരമേഷ്ഠികളുടെ പതിയായ പ്രഭുവായ ഭഗവാൻ ആഹ.
എങ്ങനെയാഹ? സസ്മിതം, പുഞ്ചിരിച്ചുകൊണ്ട് ആഹ. പുഞ്ചിരിയോട് കൂടിയിട്ടാണ്, സ്മിതപൂർവമായിട്ടാണ്. എങ്ങനെയാണ് പറഞ്ഞത്? ഊർജയാ ഗിരാ. ഗിര എന്ന് പറഞ്ഞ വാക്കുകളെ കൊണ്ട് ഊർജയാ ഗിര, നല്ല ഗംഭീരമായിരിക്കുന്ന ഇടിവെട്ട് പോലെയുള്ളതായിട്ടുള്ള ശബ്ദത്തോട് കൂടിയിട്ട് എന്നർത്ഥം. ഊർജിതമായിരിക്കുന്ന വാക്കുകളെ കൊണ്ട് ഉറച്ച ഗംഭീര ശബ്ദത്തിൽ അർജുനനോടും കൃഷ്ണനോടുമായിട്ട് ആ പരമേഷ്ഠികളുടെ എല്ലാം പ്രഭുവായ ആ ഭൂമാവായ ഭഗവാൻ തൊഴുകൈകളോടുകൂടി നിൽക്കുന്ന രണ്ടുപേരോടുമായിട്ട് ഇപ്രകാരം പറഞ്ഞു. അപ്പൊ ആ ഭാവമൊക്കെ ഒന്ന് മനസ്സിൽ നന്നായിട്ട് കാണുക. കൃഷ്ണൻ പോലും അർജുനന് മാതൃകയായിക്കൊണ്ട് അർജുനന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി എങ്ങനെ നമസ്കരിക്കണം, എങ്ങനെ തൊഴുതു നിൽക്കണം എല്ലാം കാണിച്ചു കൊടുക്കണം. ആര്? കൃഷ്ണൻ. കൃഷ്ണൻ അറിയാതെ താൻ തന്നെയാണെന്ന്. എങ്കിലും അർജുനനെ പഠിപ്പിക്കാനും ലോകത്തെ പഠിപ്പിക്കാനുമായിട്ട് ആ ഗുരുവിന്റെ ഭാവത്തിൽ തൊഴുതു നിൽക്കുകയാണ്. കൃഷ്ണന്റെ ഭാവം ഇടയ്ക്കിടയ്ക്ക് അർജുനനെ നോക്കുന്നുണ്ടാവും. കണ്ടോളൂ, കണ്ടോളൂ, നല്ലോണം കണ്ടോളൂ, അദ്ദേഹം പറയുന്നതൊക്കെ ശ്രദ്ധയോട് കേട്ടോളൂ എന്ന ഭാവത്തില് ആ ഗുരുവിന്റെ സ്ഥാനത്ത് നിന്നിട്ടാണ് അർജുനൻ കൃഷ്ണന് ഭഗവാനെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ മാതൃക കാണിച്ചു കൊടുക്കുകയാണ്, തൊഴുത് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആ നാരായണമൂർത്തി ഇവരോട് പറയുന്നു, ദ്വിജാത്മജാമേ യുവയോർ ദിദൃക്ഷുണ മയോപനീതാ ഭുവി ധർമ്മഗുപ്തയേ കലാവതിർണൗ അവനേർബരാസുരാൻ ഹത്വേഹ ഭൂയസ്ത്വരയേതമന്തിമേ. ദ്വിജാത്മജാ മേ യുവയോർദിദൃക്ഷുണ മയോപനീതാ ഭുവി ധർമ്മഗുപ്തയേ കലാവതിർണൗ അവനേർബരാസുരാൻ ഹത്വേഹ ഭൂയസ്ത്വരയേതമന്തിമേ. ദ്വിജാത്മജ മേ യുവയോഹോ ദിദൃക്ഷുണ മയാ ഉപനീത. അത് ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ദ്വിജാത്മജ മയാ ഉപനീത. ആ ബ്രാഹ്മണ കുമാരന്മാർ, പുത്രന്മാർ മയാ എന്നാൽ ഉപനീത സമീപം കൊണ്ടുവരപ്പെട്ടതാണ്. ഞാനാണ് അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, ഉപനയിച്ചത്. ഉപനയിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ സമീപത്തേക്ക് നയിച്ചത്. അത് തന്നെയാണ് യഥാർത്ഥ ഉപനയനം. അല്ലാതെ പൂണൂലിടലോ വേറെന്തെങ്കിലും ചടങ്ങുകൾ നടത്തലോ അല്ല പ്രധാനം. അതിൻ്റെയൊക്കെ തത്വം ഭഗവാന്റെ അടുത്തേക്ക് നയിക്കൽ തന്നെയാണ്. ഭഗവാൻ തന്നെ ഭഗവാന്റെ അടുത്തേക്ക് ഇവരെ നയിച്ചു എന്നാണ്. ഞാൻ തന്നെയാണ് ഇവരെ ഉപനയിച്ചത് എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്. മയാ ഉപനീത ദ്വിജാത്മജ. എന്തിനാ കൊണ്ടുവന്നത്? മേ യുവയോഹോ ദിദൃക്ഷുണ. യുവയോഹോ ദിദൃക്ഷണ മേ. യുവയോഹോ നിങ്ങൾ രണ്ടുപേരുടെയും ദിദൃക്ഷു എന്ന് പറഞ്ഞാൽ ദ്രഷ്ടുമിച്ചു, കാണാൻ ഇച്ഛിക്കുന്നവൻ ദിദൃക്ഷു. അപ്പൊ ദിദൃക്ഷുണ ദർശിക്കാൻ ഇച്ഛിക്കുന്നവനായ മയാ മേ. ഇവിടെ മേ എന്നുള്ളത് മയാ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. നിങ്ങളെ രണ്ടുപേരെയും കാണാൻ ഇച്ഛിക്കുന്ന എന്നാൽ ബ്രാഹ്മണകുമാരന്മാർ വീണ്ടും എന്നാൽ കൊണ്ടുവരപ്പെട്ടു എന്ന് അവിടേക്കും ചേർത്തിരിക്കുകയാണ്. ഇനി നിങ്ങളാരാണെന്നുള്ളത് അർജുനന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കണം. കൃഷ്ണന് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. എന്താ ആ സ്റ്റേറ്റ്മെന്റ്? ഭുവി ധർമ്മഗുപ്തയെ കലാവതീർണൗ. നിങ്ങളാരാ? ഭുവി ധർമ്മഗുപ്തയെ കലാവതീർണൗ. അവിടെ മേ എന്നുള്ളത് അവിടേക്ക് കൊടുക്കാം. ഭൂമിയില് ധർമ്മരക്ഷയ്ക്കായിക്കൊണ്ട് മേ കലാവതീർണൗ മമ കല അവതീർണൗ. എന്റെ കലകൾ കൊണ്ട് അവതരിച്ചവരാണ് നിങ്ങൾ. എന്റെ അംശം കൊണ്ട് ജാതരായവരാണ്, അവതരിച്ചവരാണ് നിങ്ങൾ രണ്ടുപേരും, നരനാരായണന്മാരായ കൃഷ്ണനും അർജുനനും.
അപ്പൊ എന്റെ അംശം കൊണ്ടാണ് നിങ്ങൾ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത്. എന്തിന്? ധർമ്മഗുപ്തയെ, ധർമ്മരക്ഷയ്ക്ക്. കൃഷ്ണാർജുനന്മാർ മാത്രമാണോ ധർമ്മരക്ഷയ്ക്ക് അവതരിച്ചിരിക്കുന്നത്? നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് എന്താണ്? ധർമ്മരക്ഷയാണ്. പക്ഷെ നമുക്ക് ബോധമില്ല, അല്ലേ? ധർമ്മരക്ഷ ചെയ്യാൻ വേണ്ടി വന്നവരാണ് എന്നുള്ള ബോധം നമുക്കില്ല. അതുകൊണ്ട് നമ്മൾ തോന്നിയവാസികളായി ജീവിക്കുന്നു, അധർമ്മമെല്ലാം പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുന്നു. നമ്മളുമൊക്കെ വാസ്തവത്തിൽ ധർമ്മഗുപ്തിക്കായിക്കൊണ്ട് വന്നവർ തന്നെയാണ്. ഈ ഉപദേശം നമുക്കും ചേർന്നതാണ്. എന്റെ മായ ആണ് ഈ ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൽ ധർമ്മം എന്ന നിയമങ്ങളെ, വ്യവസ്ഥകളെയൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു നാടകം നടത്തിക്കൊണ്ടുപോകലാണ് എന്നാൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടവരായ നിങ്ങൾ ഓരോരുത്തരുടെയും കർത്തവ്യം. എന്റെ ഇച്ഛയ്ക്കനുസരിച്ച് കളിക്കേണ്ടവരാണ് നിങ്ങൾ, അഭിനയിക്കേണ്ടവരാണ് നിങ്ങൾ. ഇത് മനസ്സിലാക്കി നമ്മളും ധർമ്മഗുപ്തിയാണ് ചെയ്യേണ്ടത്. ധർമ്മഗുപ്തി ഈശ്വരേച്ഛ. ഈശ്വരൻ എന്താണോ ഇച്ഛിക്കുന്നത് അത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ധർമ്മഗുപ്തി. അപ്പൊ ധർമ്മഗുപ്തയെ ഭുവി കലാവതീർണൗ, ധർമ്മരക്ഷയ്ക്കായിക്കൊണ്ട് ഭൂമിയിൽ എന്റെ കല കൊണ്ട് അവതരിച്ചവരാണ് നിങ്ങൾ രണ്ടുപേരും. ശരി, ഇനി എന്താ ഞങ്ങൾ ചെയ്യേണ്ടതിന്? അവനേർ ബരാസുരാൻ ഹത്വാ ഇഹ ഭൂയഃ ത്വരയേതം അന്തിമേ. അടുത്ത നിർദ്ദേശം, അവനേർ ബരാസുരാൻ ഹത്വ, അവനിക്ക് ഭരമായിരിക്കുന്ന അസുരന്മാരെ ഹത്വ, ഹനിച്ചിട്ട്, ഭൂമിക്ക് ഭാരഭൂതന്മാരായ അസുരന്മാരെ കൊന്നിട്ട്, ഇഹ ഇവിടേക്ക്, മേ അന്തി എന്റെ സമീപത്തേക്ക്, ഭൂയഃ ത്വരയേതം, ഭൂയഃ വീണ്ടും, ത്വരയേതം വേഗം വരൂ രണ്ടുപേരും. ഏകവചനമാണെങ്കിൽ ത്വരയ. ഒരാളോട് പറയണമെങ്കിൽ നീ വേഗം വാ എന്ന് പറയാം, ത്വരയ. രണ്ടുപേരായതുകൊണ്ട് ത്വരയേതം, യുവാം ത്വരയേതം, നിങ്ങൾ രണ്ടുപേരും വേഗം പോരൂ. ഇങ്ങട് പോയ പണി വേഗം തീർത്തിട്ട് വേഗം വരൂ. മറന്നു പോകണ്ട എന്തിനാ പോയെന്ന്. ധർമ്മഗുപ്തിക്ക് പോയതാണ്, എന്റെ അംശാവതാരങ്ങളാണ്. ഞാൻ നിങ്ങളെ അവിടേക്ക് അയച്ചിരിക്കുന്നത് ധർമ്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. സമൂഹത്തിന് റോൾ മോഡലുകളായിട്ട്, സമൂഹത്തിന്റെ രക്ഷകന്മാരായി മുന്നിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ അയച്ചിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ചെയ്യേണ്ടത് ചെയ്ത് ദുഷ്ടന്മാരെയൊക്കെ, ഭൂമി ഭാരഭൂതന്മാരായിരിക്കുന്ന അസുരന്മാരെ വധിച്ച് വേഗം തിരിച്ചു വരൂ. ഭൂയഃ ത്വരയേതം. പൂർണ്ണകാമാവപി യുവാം നരനാരായണൗ ഋഷി ധർമ്മമാചരതാം സ്ഥിത്യൈ ഋഷഭൗ ലോകസംഗ്രഹം. പൂർണ്ണകാമാവപി യുവാം നരനാരായണാ ഋഷി ധർമ്മമാചരതാം സ്ഥിത്യൈ ഋഷഭൗ ലോകസംഗ്രഹം. നിങ്ങൾ രണ്ടുപേരും ഋഷഭൗ, ഋഷഭന്മാരാണ്, ശ്രേഷ്ഠന്മാരാണ്. അങ്ങനെയുള്ള നരനാരായണൗ ഋഷി, നരനാരായണ ഋഷിമാരാണ് നിങ്ങൾ. നരനും നാരായണനുമാകുന്ന രണ്ട് ഋഷികളാകുന്നു. പൂർണ്ണകാമൗ അപി, നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാമനകളൊന്നുമില്ല, എല്ലാ കാമങ്ങളും പൂർത്തീകരിച്ചവരാണ്, പൂർണ്ണകാമന്മാരാവുന്നുവെങ്കിലും യുവാം സ്ഥിത്യൈ ലോകസംഗ്രഹം ധർമ്മം ആചരതാം. യുവാം നിങ്ങൾ രണ്ടുപേരും സ്ഥിത്യൈ ഈ പ്രപഞ്ചസ്ഥിതിക്കായിക്കൊണ്ട്, ലോകസംഗ്രഹം ലോകത്തെ രക്ഷിക്കുവാനായിക്കൊണ്ട്, ധർമ്മം ആചരതാം നിങ്ങൾ രണ്ടുപേരും ധർമ്മത്തെ ആചരിച്ചാലും. രണ്ടുപേരോടുള്ള നിർദ്ദേശമാണ് ആചരതാം. ഒരാളാണെങ്കിൽ ആചരത. അപ്പൊ യുവാം ആചരതാം, നിങ്ങൾ രണ്ടുപേരും ആചരിച്ചാലും, ധർമ്മം ആചരിച്ചാലും. അപ്പൊ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും നേടാനില്ല. ഭഗവാൻ ഗീതയിൽ അർജുനോട് തന്നെയാ പറഞ്ഞത്, നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തം അവാപ്തവ്യം വർത്തയേവ ച കർമ്മണി യദിഹം ന വർത്തേയം ജാതുകർമ്മണ്യതന്ത്രിതഃ മമ വത്മാനുവർത്തന്തെ മനുഷ്യാഃ പാർത്ഥ സർവശഃ ഉത്സീദേയുരിമേ ലോകാഃ ന കുര്യാം കർമ്മ ചേദഹം
സംഗ്രഹസ്യ ച കർത്താസ്യാം ഉപഹന്യാം ഇമാ പ്രജാഹ. എനിക്കൊന്നും നേടാനും നഷ്ടപ്പെടാനും ഇല്ലെങ്കിലും ഞാൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ പ്രവർത്തിച്ചില്ലെങ്കിൽ ഇവരെല്ലാം എന്നെ മാതൃകയാക്കിക്കൊണ്ട് മടിയന്മാരായി അധർമ്മികളായി നശിച്ചു പോകും. ഈ ലോകമേ നശിച്ചു പോകും. അതുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് അർജുന, നീയും പ്രവർത്തിക്കണം. ലോകസംഗ്രഹമേവാപി സമ്പശ്യൻ കർത്തുമർഹസി. ലോകസംഗ്രഹത്തെ കണ്ടുകൊണ്ട് നീ പ്രവർത്തിക്കുവാൻ അർഹനാണ്, ചെയ്യേണ്ടതാണ്. യു മസ്റ്റ് ഡു. നിന്റെ ധർമ്മത്തെ നീ ചെയ്യണം എന്ന് കൃഷ്ണൻ ഉപദേശിച്ചത് ഇപ്പൊ നാരായണമൂർത്തി രണ്ടുപേരോടും ഉപദേശിക്കുന്നു. അപ്പോൾ വാലിഡേഷനായി അല്ലേ? കൃഷ്ണൻ ഉപദേശിച്ചതിനെല്ലാം സാക്ഷാൽ വൈകുണ്ഠനാഥനായ നാരായണമൂർത്തി തന്നെ അർജുനനോട് ഉപദേശിക്കുമ്പോൾ തന്റെ കൂട്ടുകാരനായ കൃഷ്ണൻ ഉപദേശിച്ചതൊക്കെ സത്യമായിരുന്നു, ശാസ്ത്രമായിരുന്നു, ഈശ്വരവചനമായിരുന്നു എന്നൊന്നുകൂടെ അർജുനന് വാലിഡേഷനായി എന്നർത്ഥം. അപ്പോൾ നിങ്ങൾ നരനാരായണന്മാരാണ്, പൂർണ്ണകാമന്മാരാണ്. എങ്കിലും ലോകസംഗ്രഹത്തിനായിക്കൊണ്ട്, ലോക നിലനിൽപ്പിനായിക്കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുവിൻ, ധർമ്മത്തെ പ്രവർത്തിക്കുവിൻ. ധർമ്മമാചരതാം ഇത്യാദിഷ്ടൗ ഭഗവതാ തൗ കൃഷ്ണൗ പരമേഷ്ഠിനാ ഓമിത്യാനമ്യ ഭൂമാനം ആദായ ദ്വിജദാരകാൻ. ഇത്യാദിഷ്ടൗ ഭഗവതാ തൗ കൃഷ്ണൗ പരമേഷ്ഠിനാ ഓമിത്യാനമ്യ ഭൂമാനം ആദായ ദ്വിജദാരകാൻ. പരമേഷ്ഠിനാ ഇതി ആദിഷ്ടൗ. പരമേഷ്ഠിനാ ഭഗവതാ ഇതി ആദിഷ്ടൗ. പരമേഷ്ഠിയായ ഭഗവാനാൽ ഇപ്രകാരം ആദേശിക്കപ്പെട്ട ആ രണ്ടുപേർ ആരാണ്? തൗ കൃഷ്ണൗ. ആ രണ്ട് കൃഷ്ണന്മാർ, രണ്ടുപേരും കൃഷ്ണന്മാരാണ് അല്ലേ? കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ പ്രദാസുതം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം. എന്താ ഭാഗവതത്തിന്റെ ആരംഭത്തിൽ, മഹാത്മ്യത്തിന്റെ ആരംഭത്തിൽ ഒരു ശ്ലോകം ഉണ്ടായിരുന്നു. എല്ലാവരും കൃഷ്ണന്മാരാണ്. ഇവിടെ വ്രജപ്രിയനായ കൃഷ്ണനും പ്രദാസുതനായ കൃഷ്ണനും ആണ് കേൾവിക്കാർ. പറയുന്ന ആളോ നാരായണനായ കൃഷ്ണൻ. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ പ്രദാസുതം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം. ദ്വൈപായനൻ ഇതെല്ലാം എഴുതി വച്ചിരിക്കുന്നു. അപ്പൊ അർജുനന്റെ പേരും കൃഷ്ണനാണ്. സാക്ഷാൽ ദേവകീനന്ദനായ കൃഷ്ണൻ. അവർ രണ്ടുപേരോടും തൗ കൃഷ്ണൗ, തൗ കൃഷ്ണൗ ആദിഷ്ടൗ, ആദേശിക്കപ്പെട്ടവരായ രണ്ടുപേര്. ഓം ഇതി. ഓ, അങ്ങനെ ആവട്ടെ. നമ്മൾ പറയുന്നത് അത് ഓം എന്നാണ്. ഓം എന്നാക്കാൻ ശ്രമിക്കുക ഇനിയെങ്കിലും. ഓം ശുഷ്കിച്ചാണ്, ലോപിച്ചാണ് ഓ എന്നായത്. അനുസ്വാരം വിഴുങ്ങി. അപ്പൊ ഓമിതി. അങ്ങനെ തന്നെ ഓം എന്ന് പറഞ്ഞാൽ സത്യമാണ്. ഈശ്വരനെ സ്മരിക്കുകയാണ്. ഈശ്വരന്റെ ആദ്യത്തെ ശബ്ദമാണ് ഓം. ഈശ്വരനെ കുറിച്ച് ചുരുക്കി പറഞ്ഞതാണ് ഓം. പ്രണവം എന്ന ആ ഓംകാരം സത്യം എന്നാണ് അർത്ഥം. സത്യം, ഈശ്വരനാണേ സത്യം. അതങ്ങനെ തന്നെ ആവട്ടെ. ഇതി ഭൂമാനം ആനമ്യ. ആ ഭൂമാവായവൻ, ഭൂമൻ എന്ന സംബോധന, ഭൂമാനം ദ്വിതീയ. ആ ഭൂമാവിനെ ആനമ്യ നമസ്കരിച്ചിട്ട്, വലിയവനെ നമസ്കരിച്ചിട്ട്, ദ്വിജദാരകാൻ ആദായ. ദ്വിജന്റെ, ബ്രാഹ്മണന്റെ ധാരകന്മാരെ നിലവിളിച്ചു കരയുന്ന കുട്ടികൾ, കൊച്ചുകുട്ടികൾ എന്നർത്ഥം. ആ കുട്ടികളെ ആദായ സ്വീകരിച്ചുകൊണ്ട്. അപ്പൊ അവിടെ വൈകുണ്ഠത്തിൽ ഈ 10 കുട്ടികൾ മുട്ടുകുത്തി കളിക്കുന്നുണ്ടായിരുന്നു. ആ 10 കുട്ടികളെയും സ്വീകരിച്ചുകൊണ്ട് അടുത്ത ശ്ലോകം കണ്ടിന്യൂസ് ആണ്. ന്യവർത്തതാം സ്വകം ധാമ സംപ്രഹൃഷ്ടൗ യദാഗതം വിപ്രായദദുഃപുത്രാൻ യഥാരൂപം യദാവയഃ. ന്യവർത്തതാം സ്വകം ധാമ സംപ്രഹൃഷ്ടൗ യദാഗതം വിപ്രായദദുഃപുത്രാൻ യഥാരൂപം യദാവയഃ.
സ്വകം ധാമാന്യവർത്തതാം, സ്വകീയ ധാമത്തിലേക്ക് പോയിടത്തേക്ക് നിവർത്തിച്ചു മടങ്ങിപ്പോവുകയാണ്. കൃഷ്ണനും അർജുനനും അവിടുന്ന് നമസ്കരിച്ച് യാത്ര പറഞ്ഞ് അനുമതി മേടിച്ച് തിരിച്ചു പോരുകയാണ് രഥത്തില്. സ്വഗന്ധാമൻ ന്യവർത്തത, കുട്ടികളെ 10 കുട്ടികളെയും സ്വീകരിച്ചുകൊണ്ട്. സംപ്രഹൃഷ്ടൗ, നല്ലോണം പ്രഹർഷത്തോടെ ആനന്ദത്തോടുകൂടി എന്നർത്ഥം. നമ്മളുമൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഈശ്വര സാക്ഷാത്കാരം നേടിയതിനു ശേഷം പ്രാരബ്ധം തീരുന്നത് വരെ ഭൂമിയിൽ ജീവിക്കുക, ധർമ്മം ആചരിച്ചുകൊണ്ട്. നമുക്കൊക്കെ ഉള്ള ഉപദേശം തന്നെയാണ് ഈ കഥ. നമ്മൾ ഈശ്വര ദർശനത്തിനായി പരിശ്രമിക്കണം. ഈശ്വര ദർശനം, ആ സത്യം സാക്ഷാത്കരിച്ചു കഴിഞ്ഞാലോ, ആ ബോധ്യം വന്നു കഴിഞ്ഞാലോ, പിന്നെയും ജ്ഞാനികൾ എങ്ങനെയാണോ ഈ ലോകത്ത് അവരുടെ പ്രാരബ്ധം തീരുന്നത് വരെ ലോകസംഗ്രഹമായി പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുന്നത്, അതുപോലെ ജീവിക്കണം. അപ്പോൾ സന്തോഷത്തോടുകൂടി യഥാഗതം എന്ന് പറഞ്ഞാൽ എപ്രകാരം പോയോ അതുപോലെ തന്നെ തിരിച്ചു വന്നു. വൈകുണ്ഠത്തിലേക്ക് വന്നതുപോലെ അതേ വഴിക്ക് തിരിച്ചു പോകുന്നു. സ്വഗന്ധാമൻ നിവർത്തതാം, സ്വകീയമായ ധാമത്തിലേക്ക് നിവർത്തിച്ചു. എന്നിട്ടോ വിപ്രായ ദദതുഹു പുത്രാൻ, പുത്രന്മാരെ വിപ്രനായിക്കൊണ്ട് വിളിച്ചു കൊടുത്തു. ദദതു, ദാനം ചെയ്തു. ദദതുഹു എന്ന് പറഞ്ഞാൽ 2 പേരും കൂടി കൊടുത്തു എന്നാ. ഞാൻ കൊടുത്തു എന്ന് ഒരാൾ പറയല്ല, 2 പേരും കൂടി കൊടുത്തു. ദദതുഹു. ഏകവചനമായിരുന്നെങ്കിൽ ദദൗ, അർജുന ദദൗ, കൃഷ്ണ ദദൗ. ഇവിടെ കൃഷ്ണാർജുനൗ ദദതുഹു. നിറയെ ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ ദദുഹു എന്നായിരിക്കും. അനേകം പേർ ചേർന്ന് കൊടുത്തു. ദദുഹു. ഇവിടെ ദദതുഹു, 2 പേരും കൂടി കൊടുത്തു. വിപ്രായ ദദതുഹ് പുത്രാൻ, 10 പുത്രന്മാരെയും കൊടുത്തു. എങ്ങനെ കൊടുത്തു? യഥാരൂപം യഥാവയഃ, എല്ലാരെയും ഒരേപോലെ കുട്ടികളായിട്ടല്ല. അവരുടെ രൂപം എങ്ങനെ ഇരിക്കണമോ, അവരുടെ വയസ്സ് എങ്ങനെ ഇരിക്കണമോ ആ ക്രമത്തിൽ. അപ്പോ ആദ്യത്തെ കുട്ടി ജനിച്ച് എത്ര വർഷമായിട്ടുണ്ടാവുമോ അത്രയും വയസ്സുള്ള രൂപം, രണ്ടാമത്തെ കുട്ടി ജനിച്ച് എത്ര വയസ്സായിട്ടുണ്ടോ ആ രൂപം, മൂന്നാമത്തെ കുട്ടി ജനിച്ച് എത്ര വയസ്സുണ്ടാവുമോ ആ രൂപം, ചെറിയ കുട്ടിക്കത്ത് വലിപ്പം ഉണ്ടാവുമോ ആ രൂപം. അങ്ങനെ 10 കുട്ടികൾക്കും ഇടയിൽ മിനിമം 1 വർഷത്തെ ഇടവേളകളെങ്കിലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ 11ഉം 10ഉം 9ഉം എന്ന് പറഞ്ഞ പോലെ വയസ്സുള്ളതായിട്ടുള്ള കുട്ടികളെ അവരുടെ വയസ്സിനനുസരിച്ച് രൂപം, കയ്യും കാലും ഒക്കെ വളർന്നവരായിട്ട്, അതല്ലെങ്കിൽ വളർച്ച മുരടിച്ചവരായിട്ട് കൊണ്ടു കൊടുക്കാൻ പാടില്ല. 10 കൊല്ലം മുമ്പ് പ്രസവിച്ച ആളും ഇപ്പൊ പ്രസവിച്ച ആളെയും ഒരേപോലെ കൊണ്ടു കൊടുക്കുന്നത് ശരിയല്ല. അവിടെ വൈകുണ്ഠത്തിൽ അവര് അങ്ങനെ തന്നെ ഇരുന്നു എങ്കിലും ഇവിടെ വന്നപ്പോഴേക്കും അവരുടെ രൂപം എങ്ങനെയായിരിക്കണമോ ആ രൂപത്തിൽ കൊടുത്തു. അങ്ങയുടെ മക്കളാണിതാ എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് 10 പേരെയും ഏൽപ്പിച്ചു. യഥാരൂപം യഥാവയഃ വിപ്രായ പുത്രാൻ ദദതുഹു, പുത്രന്മാരെ തിരിച്ചേൽപ്പിച്ചു. നിശാമ്യ വൈഷ്ണവം ധാമ പാർത്ഥഃ പരമവിസ്മിതഃ യത്കിഞ്ചിത് പൗരുഷം പുംസാം മേനേ കൃഷ്ണാനുകമ്പിതം. നിശാമ്യ വൈഷ്ണവം ധാമ പാർത്ഥഃ പരമവിസ്മിതഃ യത്കിഞ്ചിത് പൗരുഷം പുംസാം മേനേ കൃഷ്ണാനുകമ്പിതം. വൈഷ്ണവം ധാമ നിശാമ്യ പരമവിസ്മിതഃ പാർത്ഥഃ. പാർത്ഥഃ അർജുനൻ പരമവിസ്മിതഃ, അത്യത്ഭുതത്തോടുകൂടിയവനായി. എന്ത് കണ്ടിട്ട്? വൈഷ്ണവം ധാമ നിശാമ്യ, ആ വിഷ്ണുവിനെ സംബന്ധിച്ചതായിട്ട് ധാമത്തെ, സ്ഥാനത്തെ, വൈകുണ്ഠത്തെ നിശാമ്യ കണ്ടിട്ട്. നിശാമ്യ കണ്ടിട്ട്, നിശമ്യ കേട്ടിട്ട്. ഒരു ദീർഘം മാറിയാൽ ക്രിയ വ്യത്യാസമായി. നിശമ്യ കേട്ടിട്ട്, നിശാമ്യ കണ്ടിട്ട്. ഇവിടെ കണ്ടിട്ടാണ്, ആ വൈകുണ്ഠത്തെ കണ്ടിട്ട്, പ്രത്യക്ഷത്തിൽ കണ്ടിട്ട് തൻ്റെ ഉള്ളിലുള്ള വിസ്മയം മാറുന്നേയില്ല. ജീവിതം മുഴുവൻ ആ വിസ്മയം ഉള്ളിലുണ്ടാവും. അപ്പോ മുമ്പ് വിശ്വരൂപം കണ്ടതാണ് യുദ്ധരംഗത്ത് ഭഗവാന്റെ. അത് അന്നത്തെ ആ രജോഗുണ സമ്പന്നമായ ഒരവസ്ഥയിൽ കലുഷിതമായ ഒരു മനസ്സുകൊണ്ട്
വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല, ഒരു ഭയമൊക്കെയാണ് ഉണ്ടായിരുന്നത്. അത് പിന്നീട് കാലം കൊണ്ട് എന്തോ ഒരു ഇന്ദ്രജാലം കണ്ടതുപോലെ മറന്നുപോയി. ഇപ്പോൾ പാകത വന്നിട്ടുണ്ട് അർജുനൻ കുറെ. അതുകൊണ്ട് ഈ വൈകുണ്ഠ ദർശനം അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എന്നും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ പരമവിസ്മിത. എന്നിട്ട് യത്കിഞ്ചിത് പൗരുഷം പുംസാം മേനി കൃഷ്ണാനുകമ്പിതം. അപ്പോൾ പുംസാം യത്കിഞ്ചിത് പൗരുഷം, മനുഷ്യർക്ക് ഏതേത് പൗരുഷമുണ്ടോ, എന്തെല്ലാം കഴിവുകളുണ്ടോ, അർജുനൻ സ്വന്തം കാര്യമടക്കം നടത്താം. എൻ്റെ പൗരുഷം, എൻ്റെ കഴിവുകൾ, ഞാൻ ഗാണ്ഡീവിയായതും പാശുപതിയായതും അല്ലേ, ഭഗവാനെ പ്രസാദിപ്പിച്ചതും എല്ലാം ആരുടെ അനുഗ്രഹമാണ്? ആരുടെ? കൃഷ്ണാനുകമ്പിതം മേനി, കൃഷ്ണന്റെ അനുകമ്പിതമാണ്, ഭഗവാന്റെ അനുകമ്പയാണ്, തന്നോടുള്ള കാരുണ്യമാണ്, ദയയാണ് എന്ന് കരുതി. അപ്പൊ ഇപ്പോഴാണ് അർജുനന് കൃഷ്ണന്റെ മാഹാത്മ്യം, കൃഷ്ണന്റെ കാരുണ്യം ശരിക്കും തിരിച്ചറിഞ്ഞത്. ആ വൈകുണ്ഠ ദർശനത്തിൽ ഭഗവാൻ കൃഷ്ണൻ തന്നെ അവിടേക്ക് എത്തിച്ച് ഭഗവാനെ കാണിച്ചു തന്ന് ഭഗവാന്റെ ആ മഹിമയൊക്കെ കണ്ട് അന്തം വിട്ട് അത്ഭുത പരതന്ത്രനായിട്ട് വിനീതനായി, കൃഷ്ണന്റെ വിധേയനായി, ഒരു ഗുരുവിന്റെ മുമ്പിൽ പൂർണ്ണമായി സറണ്ടർ ചെയ്യുന്ന ഒരു ശിഷ്യനെ പോലെ അർജുനൻ കൃഷ്ണന്റെ മഹിമ ശരിക്കും തിരിച്ചറിഞ്ഞു. എല്ലാം അദ്ദേഹത്തിന്റെ കാരുണ്യമാണ് തൻ്റെ വിജയങ്ങളെല്ലാം. എന്നാലും ഇടയ്ക്കിടയ്ക്ക് മറക്കും. പിന്നീട് കൃഷ്ണന്റെ ദേഹത്യാഗം കഴിഞ്ഞതിന് ശേഷമാണ് ഒന്നുകൂടെ അത് ഉറയ്ക്കുന്നത് അല്ലേ. ഇതേ ഗാണ്ഡീവം പൊക്കാൻ പറ്റാതെ ഇടയന്മാരാൽ അടിച്ചോടിപ്പിക്കപ്പെട്ടവനായി, തലതാഴ്ത്തി നിരാശനായി ജ്യേഷ്ഠന്റെ മുമ്പിൽ വന്ന് വീഴുന്ന അർജുനനെ നമ്മൾ പ്രഥമസ്കന്ധത്തിൽ കണ്ടിട്ടുണ്ട്. വഞ്ചിതോഹം മഹാരാജ ഹരിണാ ബന്ധുരൂപിണ ഏനമേ അപഹൃതം തേജോ ദേവ വിസ്മാപിതം മഹത്. ദേവന്മാരെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നതായിട്ടുള്ള മഹത്തായ തേജസ് എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ കൃഷ്ണൻ നമ്മളെ വഞ്ചിച്ചു പോയിരിക്കണം. അപ്പം അങ്ങനെ കൃഷ്ണന്റെ അനുഗ്രഹമാണ് എന്നുള്ളത് ഇപ്പോൾ തൽക്കാലം തിരിച്ചറിഞ്ഞു. ഇത്യാദൃശാന്യനേകാനി വീര്യാണീഹ പ്രദർശയൻ ബുഭുജേ വിഷയാൻ ഗ്രാമ്യാൻ ഈജേ ചാത്യുർജിതൈർമഗൈഃ. ഇതീദൃശാന്യനേകാനി വീര്യാണീഹ പ്രദർശയൻ ബുഭുജേ വിഷയാൻ ഗ്രാമ്യാൻ ഈജേ ചാത്യുർജിതൈർമഗൈഃ. ഇതീദൃശാനി, ഇപ്രകാരമുള്ളതായിട്ടുള്ള അനേകാനി വീര്യാണി ഇഹ പ്രദർശയൻ, അനേക വീര്യങ്ങളെ, പരാക്രമങ്ങളെ, വലിയ വലിയ കർമ്മങ്ങളെ ഈ ലോകത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ട് ഗ്രാമ്യാൻ വിഷയാൻ ബുഭുജേ, ഭഗവാൻ സാധാരണ ഗൃഹസ്ഥന്മാരെ പോലെ ഗ്രാമീണ വിഷയങ്ങളെ ഭുജിച്ചുകൊണ്ട് അല്ലെ, ഭാര്യ, മക്കൾ, ഗൃഹം മുതലായ ആ ഗൃഹസ്ഥാശ്രമത്തിലെ സുഖങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ട് അത്യൂർജിതൈഹി മഗൈഹി ഏജ്, ഏറ്റവും ഗംഭീരങ്ങളായ യാഗങ്ങളെ കൊണ്ട് ഈശ്വരാരാധന ചെയ്തും കാണിച്ചു കൊടുത്തു, ലോകത്തിന് മാതൃക കാണിച്ചു കൊടുത്തു, ദേവയജനങ്ങൾ ചെയ്തു, അശ്വമേധാദി യാഗങ്ങളെയൊക്കെ ചെയ്ത് കാണിച്ചു കൊടുത്തു. പ്രവവർഷാഖിലാൻ കാമാൻ പ്രജാസു ബ്രാഹ്മണാദിഷു യഥാകാലം യദൈവേന്ദ്രോ ഭഗവാൻ ശ്രൈഷ്ഠ്യമാസ്ഥിത. പ്രവവർഷാഖിലാൻ കാമാൻ പ്രജാസു ബ്രാഹ്മണാദിഷു യഥാകാലം യദൈവേന്ദ്രോ ഭഗവാൻ ശ്രൈഷ്ഠ്യമാസ്ഥിത. ബ്രാഹ്മണാദിഷു പ്രജാസു യഥാകാലം ഇന്ദ്രഃ യഥാ അഖിലാൻ കാമാൻ പ്രവവർഷ. ബ്രാഹ്മണർ മുതലായ പ്രജകളിൽ, മുതലായ എന്ന് പറയുമ്പോൾ ബാക്കി വൈശ്യരും ശൂദ്രരും ക്ഷത്രിയരും ഒക്കെ പെട്ടു. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രന്മാരായ 4 വർണ്ണത്തിൽപ്പെട്ടവർക്കും പ്രജകൾക്കെല്ലാം പ്രജാസു യഥാകാലം, ഓരോ കാലത്തും എന്താണോ വേണ്ടത്, ഇന്ദ്രൻ എങ്ങനെയാണോ കാലത്തിൽ വർഷിക്കുന്നത്, മഴ പെയ്യിക്കുന്നത്, അതുപോലെ തന്റെ പ്രജകൾക്ക് അഖിലാൻ കാമാൻ പ്രവവർഷ,
അവരുടെ എല്ലാ ആഗ്രഹങ്ങളെയും വർഷിച്ച് അവരെല്ലാം സന്തോഷിപ്പിച്ചു, പൂർത്തീകരിച്ചു. ഭഗവാൻ ശ്രൈഷ്ഠ്യം ആസ്ഥിത. ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങനെ ശ്രേഷ്ഠമായ ഭാവത്തെ പ്രാപിച്ചിരുന്നു, അധിവസിച്ചിരുന്നു. ഈ ഭൂമിയിൽ ദ്വാരകയിൽ കൃഷ്ണ രൂപത്തിലിരിക്കുമ്പോഴും എല്ലാവർക്കും ദേവാദിദേവനായി രാജാതിരാജനായി അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായകനായി വിരാജിച്ചുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. എവിടെ? ദ്വാരകയിൽ. ശ്രൈഷ്ഠ്യം ആസ്ഥിത, ശ്രേഷ്ഠമായ അവസ്ഥയിലിരുന്നു. ഹത്വാ നൃപാൻ അധർമ്മിഷ്ടാൻ ഘാതയിത്വാ അർജുനാദിഭിഃ അഞ്ജസാ വർത്തയാമാസ ധർമ്മം ധർമ്മസുതാദിഭിഃ. ഹത്വാ നൃപാൻ അധർമ്മിഷ്ടാൻ ഘാതയിത്വാ അർജുനാദിഭിഃ അഞ്ജസാ വർത്തയാമാസ ധർമ്മം ധർമ്മസുതാദിഭിഃ. അധർമ്മിഷ്ടാൻ നൃപാൻ ഹത്വ. അധർമ്മം പ്രവർത്തിക്കുന്നവരായ രാജാക്കന്മാരെ, കംസാദികളെ, ജരാസന്ധാദികളെ, ശിശുപാലാദികളെ ഒക്കെ വധിച്ചുകൊണ്ട് അധർമ്മിഷ്ടാൻ നൃപാൻ ഹത്വ അർജുനാദിഭിഹി ഘാതയിത്വ. അർജുനൻ മുതലായവരെ കൊണ്ട് ദുഷ്ടന്മാരെ ഹനിപ്പിച്ചുകൊണ്ട്, ഭീമസേനെ കൊണ്ട് ജരാസന്ധനെയും അർജുനനെ കൊണ്ട് മറ്റ് ദുഷ്ടന്മാരായ അനേക രാജാക്കന്മാരെയും വധിപ്പിച്ചുകൊണ്ട് ധർമ്മസുതാദിഭിഹി അഞ്ജസാ ധർമ്മം വർത്തയാമാസ. ധർമ്മപുത്രൻ മുതലായ ധർമ്മശീലന്മാരായ ആളുകളെ കൊണ്ട് അഞ്ജസാ എളുപ്പത്തിൽ ധർമ്മത്തെ വർത്തയാമാസ ധർമ്മത്തിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ ധർമ്മം പ്രവർത്തിക്കുവിൻ, നിങ്ങൾ ധർമ്മനിഷ്ഠയുള്ളവരാണ്. അപ്പൊ ധർമ്മനിഷ്ഠയുള്ളവരായവരെ സംരക്ഷിച്ചുകൊണ്ട് അവരെ കൊണ്ട് ധർമ്മത്തിൽ പ്രവർത്തിക്കുവാൻ ധൈര്യം കൊടുത്തുകൊണ്ട് അതിനുള്ള സുരക്ഷയൊരുക്കിക്കൊണ്ട് ധർമ്മം പ്രവർത്തിപ്പിച്ചു. ദുഷ്ടന്മാരെയെല്ലാം നിഗ്രഹിച്ചു. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഭഗവാന്റെ ആ അവതാരത്തെക്കുറിച്ചിട്ടുള്ള തന്റെ വാഗ്ദാനം പാലിച്ചു. സാധുക്കളെ പരിത്രാണനം ചെയ്തും ദുഷ്കൃതികളായ പാപികളെ, ദുഷ്ടന്മാരെ നശിപ്പിച്ചുകൊണ്ടും ധർമ്മ സംസ്ഥാപനം ചെയ്ത് അവതാരം പൂർത്തിയാക്കി. കഴിഞ്ഞു. ശ്രീകൃഷ്ണ ലീലകൾ കഴിഞ്ഞു. ദശമസ്കന്ധം കൃഷ്ണലീലകൾ അവസാനിച്ചു. ഇനി ഉപസംഹാരം എന്നുള്ളൊരു അധ്യായം മാത്രമാണ് 90-ാം അധ്യായം. ഉപസംഹാര അധ്യായം നമുക്ക് നാളെ നോക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. നാളെ നോക്കാം. 26-ാം തീയതി ക്ലാസ് ഉണ്ടാവില്ല. 26-ാം തീയതി കാലടിയിൽ രാമകൃഷ്ണാശ്രമത്തിൻ്റെ 75-ാം വാർഷികമാണ്. 75-ആണോ 100-ആണോ ഓർമ്മയില്ല. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം.